ഇന്നലെ 2-3 പേര് എന്നോട് ഞാൻ ഇന്നലെ ചെയ്യിപ്പിച്ച ഒരു പ്രോബ്ലം ഡൗട്ട് ചോദിച്ചു. ഏതാന്ന് വെച്ചാ ഇത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാവോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പം ഇന്നലെ ഈ ഒരു പ്രോബ്ലം എന്നോട് 2-3 പേര് ഡൗട്ട് ചോദിച്ചായിരുന്നു. സെയിം ഡൗട്ട്. ഈ പ്രോബ്ലത്തില് നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 x ഈക്വൽ ടു 10 ആൻഡ് y ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ ഈ വാല്യൂസിന്റെ ബൈനറി ഈക്വലന്റ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്നുള്ളതാണ് നിങ്ങളുടെ ബേസിക് ഡൗട്ട്. അവിടെ നിന്നാണ് നിങ്ങളുടെ ബാക്കിയുള്ള ഡൗട്ട് പ്രൊസീഡ് ചെയ്തു പോയത്. സോ ആക്ച്വലി ഇതിനൊരു ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട്. 0 മുതൽ 15 വരെയുള്ള നമ്പർ സിസ്റ്റം എനിക്ക് തോന്നുന്നു ഡിപ്ലോമ ഇൻ CSE, ഡിപ്ലോമ ഇൻ IT, ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ്, ഈവൻ ട്രിപ്ലി, ഈ ബ്രാഞ്ചസ് ഒക്കെ ഡിപ്ലോമ കഴിഞ്ഞവർക്കെല്ലാം ഈ ബൈനറി നമ്പർ സിസ്റ്റം അറിയാം. കാരണം അവർ ഇലക്ട്രോണിക്സിലാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിലും IT-യിലാണെങ്കിലും ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ ഇത് എവിടെയെങ്കിലും ഒക്കെ അവർ കണ്ടു കാണും. മിനിമം 0, 1, 2, 3, 4 വരെ ഉള്ളതെങ്കിലും അവർ കണ്ടു കാണണം. മിനിമം അത്രയെങ്കിലും കണ്ടു കാണണം. പിന്നെ എന്തായാലും 15 വരെ കണ്ടു കാണണം. മിനിമം 4 വരെയെങ്കിലും കണ്ടു കാണണം എന്നാണ് ഞാൻ പറഞ്ഞത്. സോ ഈ 0 മുതൽ 15 വരെ ഉണ്ടായിരിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന 1 to 15 വരെ ഉണ്ടായിരിക്കുന്ന നമ്പേഴ്സ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഈ നമ്പേഴ്സിന് ഈക്വലന്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ബൈനറി നമ്പേഴ്സ് ആണ് ഇത്. 0 ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബൈനറിയിൽ എഴുതുമ്പോൾ 0000 4 0 ഇട്ടാണ് എഴുതുന്നത്. ഓരോ നമ്പറിനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1 നിബിൾ 4 ബിറ്റ്സ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ഈ 000 4 0. അതുപോലെ 1നെ റെപ്രസെന്റ് ചെയ്യുന്നത് 0001. 2 ആണെന്നുണ്ടെങ്കിൽ 0010. 3 ആണെങ്കിൽ 0011. ആക്ച്വലി ഇത് പോയിരിക്കുന്നത് തന്നെ ഈ ബൈനറി നമ്പേഴ്സിന്റെ 11111 ഉള്ള അഡീഷൻ വെച്ചിട്ടാണ്. അപ്പൊ 0ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള നമ്പർ 40 എന്ന് പറഞ്ഞു. അപ്പം 0യുടെ കൂടെ യൂഷ്വൽ നമ്പർ സിസ്റ്റത്തിൽ 0യുടെ കൂടെ ഞാൻ 1 ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് 1 എന്ന് പറഞ്ഞ നമ്പർ കിട്ടുന്നത്. അതുപോലെ ഈ 0ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള 4 0ത്തിന്റെ കൂടെ ഞാനൊരു 1 ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 0യുടെ നേരെ താഴെ 1 എഴുതും, ബാക്കിയെല്ലാം 0. ഓക്കെ. ഇനി ഈ 2 1ന്റെ കൂടെ ഒരു 1 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് 2 കിട്ടുന്നത്. സോ ഈ 0001ന്റെ കൂടെ ഞാൻ പ്ലസ് 0, ഇതിപ്പം 1ന് ഈക്വലന്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ബൈനറി നമ്പർ ആണ് 0001 എന്നുള്ളത്. ഇതിന്റെ കൂടെ ഞാൻ ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? 2 കിട്ടുന്നത്. സോ ഞാൻ ഇതിന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യും. ഓക്കെ. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു, നമ്മൾ ഈ അഡീഷൻ എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ മാത്സിലാണെങ്കിൽ നമ്മൾ ഈ റൈറ്റിൽ നിന്നല്ലേ ലെഫ്റ്റിലേക്ക് അഡീഷൻ ചെയ്ത് എന്താണ് മാത്സിലാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകും. പക്ഷെ ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്മൾ പോകണം. ഓക്കെ. സോ 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ബൈനറി ഈക്വലന്റ് ആയിട്ടുള്ളത് 1 0 ആണ്. ഓക്കെ. 1 ബൈനറി അഡീഷൻ ഓഫ് 1 + 1 ഈക്വൽ ടു കിട്ടുന്നത് 1 0 ആണ്. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ എന്ത് എഴുതും? ഞാൻ ഇവിടെ 0 എഴുതും. ഈ മിച്ചം വന്ന ഈ ഒരു 1 ഇല്ലേ, ഈ ആദ്യത്തെ ഈ ലെഫ്റ്റ് സൈഡ്, ഈ 0 ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ. എന്നിട്ട് ഈ ഒരു 1 ഇല്ലേ ലെഫ്റ്റിലെ ഈ 1 ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇവിടെ പോകും. നമ്മൾ യൂഷ്വൽ മാത്സിൽ ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് ആ 1ന്റെ കൂടെ ഈ 0 ആഡ് ചെയ്യും. 1 + 0 1 + 0 ആഡ് ചെയ്യും 1. ഇവിടെ ഞാൻ എന്നിട്ട് എഴുതും 1. എന്നിട്ട് ബാക്കിയെല്ലാം 0 ആയതുകൊണ്ട് എനിക്ക് അപ്പം 0 തന്നെ ഇടാം. ദെൻ ഐ ഗെറ്റ് 0010. ഇതിന്റെ കൂടെ ഒരു 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഇതിപ്പം ഈ 0010 ഏതാണ്? 2 എന്ന് പറയുന്ന ബൈനറി നമ്പറിന്റെ ഡെസിമൽ നമ്പറിന്റെ ഈക്വലന്റ് ബൈനറി നമ്പർ ആണ് 0010. ഇതിന്റെ കൂടെ ഞാൻ ഒരു 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? 3 കിട്ടുന്നത്. നോക്കിക്കേ, ഇതിലേക്ക് ഞാൻ ഒരു 1ഉം കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ എന്ത് കിട്ടും? 0 0. ഇവിടെ ഒരു 1 ഇല്ലേ? സോ 1 + 0 ഈസ് 1. എന്നിട്ട് ഇവിടെ 0 + 1 ഈസ് 1. സോ എനിക്ക് ഇപ്പൊ ഇവിടെ കിട്ടി 0010യുടെ കൂടെ ഞാനൊരു 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 0011 കിട്ടും. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ.
സോ അങ്ങനെയാണ് നമ്മൾ ഈ ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. സോ 0 മുതൽ 15 വരെ ഉണ്ടായിരിക്കുന്ന ഡെസിമൽ നമ്പേഴ്സിന്റെ ഈക്വലന്റ് ബൈനറി നമ്പേഴ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇത് യൂഷ്വലി പഠിച്ച് കാണും. ഇപ്പം ബിടെക്കുകാരൊക്കെ ആണെങ്കിലും അത് അവർ പഠിക്കും. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഇയർ തേർഡ് സെം ഒക്കെ ആകുമ്പോഴത്തേനും ഈ ബൈനറി നമ്പർ സിസ്റ്റം അവർ 15 വരെ എന്തായാലും പഠിച്ചേ പറ്റത്തുള്ളൂ. അവിടെ നമുക്ക് മാത്സ് ഒക്കെ ചെയ്യാനായിട്ട്. എന്റെ ഒരു ഓർമ്മയിൽ ഡിപ്ലോമക്കാരും പഠിക്കുന്നുണ്ട്. അപ്പം സോ ഈ നമ്പർ സിസ്റ്റം ഈ 00 മുതൽ 15 വരെ ഉണ്ടായിരിക്കുന്ന ഈ ഡെസിമൽ നമ്പേഴ്സിന് ഈക്വലന്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ബൈനറി നമ്പേഴ്സ് ഇതാണ്. ഇതെല്ലാം ശരിക്കും ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയാണ്. 0ക്ക് ഈക്വലന്റ് 000 ആണ്. അതിന്റെ കൂടെ ഓരോന്നിന്റെ കൂടെ 1111 ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവസാനം 15 കറസ്പോണ്ടിങ് ആയിട്ടുണ്ടായിരിക്കുന്ന നമ്പർ ഈസ് 1111. ഇങ്ങനെ നമുക്ക് 4 1 ഉള്ള ഒരു 1 കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇതിന് ശേഷമുള്ളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇനി ആക്ച്വലി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. ഞാൻ അതൊന്നും നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. അത് കുറച്ചും കൂടെ വളഞ്ഞ വഴിയാണ്. അതൊന്നും വേണ്ട നിങ്ങൾക്ക്. ഇനി ബാക്കിയുള്ള നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഞാൻ പറഞ്ഞാൽ കുറച്ച് വളഞ്ഞ വഴിയൊക്കെ ചെയ്യാൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അതൊന്നും വറീഡ് ആകണ്ട. കാരണം നിങ്ങൾക്ക് ബേസിക്കലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കത്തുള്ളൂ. ഇതിന്റെ അപ്പുറത്തോടൊന്നും ചോദിക്കത്തില്ല. സോ കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ. സോ ഇവിടെ എനിക്ക് എക്സിന്റെ എക്സ് ഈക്വൽ ടു 10 ആണ്. 10 ഈക്വൽ ആയിട്ടുണ്ടായിരിക്കുന്ന ബൈനറി നമ്പർ എത്രയാണ് നോക്കിയിട്ട് പറഞ്ഞേ. ഈ ടേബിൾ നോക്കിയിട്ട് പറഞ്ഞേ. 10ന്റെ ബൈനറി ഈക്വലന്റ് എത്രയാ? 1010. സോ ബൈനറി ഈക്വലന്റ് ഓഫ് 10 is 1010. അപ്പൊ 5ന്റെ ബൈനറി ഈക്വലന്റ് എത്രയാണ്? 0101. ഞാനപ്പോ ഇവിടെ എനിക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതെന്താണ്? ബിറ്റ്വൈസ് ഓർ ഓപ്പറേഷൻ ആണ് ഈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒരു സ്റ്റാൻഡിങ് ലൈൻ, ജസ്റ്റ് ഒരു ലൈൻ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം ബിറ്റ്വൈസ് ഓർ ഓപ്പറേഷൻ ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ 10ന്റെ 5ന്റെ ബിറ്റ്വൈസ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് നമ്മൾ അതിന്റെ ഈക്വലന്റ് ബൈനറി നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തു. 1010 is the binary number of the decimal number 10 and 0101 is the binary equivalent of the decimal number 5. ഇതിന് ഞാൻ ഇനി ബിറ്റ്വൈസ് ഓർ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 0 നമ്മൾ ഇതിന് മുന്നേ ഇന്നലത്തെ ഈ ടേബിൾ ഓർക്കുന്നുണ്ടോ? ബിറ്റ്വൈസ് ഓപ്പറേഷൻ ട്രൂത്ത് ടേബിൾ ഞാൻ ഒരെണ്ണം കാണിച്ചില്ലായിരുന്നു, ആൻഡിന്റെയും ഓറിന്റെ ഒക്കെ. ഓർ ഇതായിരുന്നല്ലോ. ഈ ഫോൾസിന്റെ ഭാഗത്ത് 00 ഇടുക, ട്രൂയുടെ ഭാഗത്ത് 1 ഇടുക. അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, കാണിക്കണോ? കാണിക്കാം, അതായിരിക്കും നല്ലത്. Q 0 0 0 1 1 0 1 1. ഓക്കെ, ഇതാണ് പിയും ക്യൂവും. ഇനി ഇതിന്റെ പി ഓർ ക്യൂ ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 0 0 രണ്ടും ഓർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഓർ ഓപ്പറേഷൻ നോക്കിക്കേ. ഫോൾസ് വന്നപ്പം ഫോൾസ് ആയില്ലേ? ഓർ ഓപ്പറേഷൻ എപ്പോഴൊക്കെയാ ട്രൂ ആകുന്നത്? ഏതെങ്കിലും ഒരു വാല്യൂ പി ഓർ ക്യൂ, ഏതെങ്കിലും ഒരു വാല്യൂ ട്രൂ ആയാൽ തന്നെ പി ഓർ ക്യൂ ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ കിട്ടും. മീൻസ് ഇവിടുത്തെ 0 എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുക, 1 എന്ന് പറയുന്നത് ട്രൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ 0 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ്. സോ പി ഓർ ക്യൂ ഫോൾസ് ആണ്. എന്തായിരിക്കും ഇപ്പൊ ഇവിടെ വരുന്നത്? പിയും ക്യൂവും കൂടെ ഓർ ചെയ്യുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോൾസ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 0. ഇനി ഈ കേസിൽ നോക്കിക്കേ, 0 1 മീൻസ് ഫോൾസ് ട്രൂ. ഇതിൽ ഏതോ ഒരെണ്ണം മാത്രം ട്രൂ ആണ്. അപ്പൊ പി ഓർ ക്യൂ ചെയ്യുമ്പോൾ എത്രയായിരിക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ വരുന്നത്? 1. ഈ കേസിലോ 1. ഈ കേസിലോ 1. സോ ഇങ്ങനെയാണ് ഈ പി ഓർ ക്യൂവിന്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. അപ്പൊ നമ്മുടെ ഈ ഇക്വേഷനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ സാധനം അപ്പൊ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 0 1 ചെയ്യുമ്പോൾ എത്രയായിരിക്കും വാല്യൂ? 0 or 1 ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 1. 1 or 0 ചെയ്യുമ്പോൾ 1. 0 or 1 ചെയ്യുമ്പോൾ 1. 1 or 0 ചെയ്യുമ്പോൾ 1. അപ്പം ഈ 111ന്റെ ഡെസിമൽ ഈക്വലന്റ് എത്രയാ? സോറി 4 1 15. നമ്മുടെ ക്വസ്റ്റ്യനിലെ ബൈനറി ഡെസിമൽ നമ്പേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ, ബൈനറി നമ്പർ ഒന്നും അല്ല തന്നേക്കുന്നത്. അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഈ ബൈനറി നമ്പറിൽ പോയിട്ട് നമുക്ക് കിട്ടിയ വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടായിരിക്കുന്ന ഡെസിമൽ നമ്പർ ഞാൻ കണ്ടുപിടിച്ചത്. സോ 15 ഈസ് ഓപ്ഷൻ ഡി.
അങ്ങനെയാണ് നമുക്ക് ഡി എന്നുള്ള 15 എന്ന് പറഞ്ഞ ആൻസർ കിട്ടിയത്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആയി കാണുമെന്ന് തോന്നുന്നു. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് വരെയാണ് പഠിച്ചത്. ഇനി കമ്മിങ് ടു എക്സ്പ്രഷൻസ്. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് ഓപ്പറാൻസും ഏതെങ്കിലും ഒന്നോ രണ്ടോ ഓപ്പറേറ്ററും കൂടെ ചേർന്നുള്ളൊരു ക്ലബാണ്. ഒരു സീക്വൻസ് ഓഫ് ഓപ്പറാൻസും ഓപ്പറേഷൻസും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോമിനെയാണ് നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി എക്സ്പ്രഷൻ എന്തിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മിക്സ്ചർ ആണ്, മിക്സ്ചർ ഓഫ് ഓപ്പറാൻസ് ആൻഡ് ഓപ്പറേറ്റർ ആണ് ആക്ച്വലി ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഈ എക്സ്പ്രഷൻ തന്നെ നമുക്ക് ടു ടൈപ്സ് ഉണ്ട് ബേസിക്കലി: സിമ്പിൾ എക്സ്പ്രഷൻ ആൻഡ് കോംപ്ലക്സ് എക്സ്പ്രഷൻ. സിമ്പിൾ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടെ ഒറ്റ ഒരു ഓപ്പറേറ്റർ മാത്രമേ ആ ഒരു എക്സ്പ്രഷൻ ഉള്ളൂ. ആ കൂടെ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ എ പ്ലസ് ബി, ഇതിനകത്ത് നമുക്ക് രണ്ട് ഓപ്പറാൻസ് ഉണ്ട്, എയും ബിയും. ഏത് ഓപ്പറേറ്റർ ആണ് അപ്പൊ എ പ്ലസ് ബിക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്? പ്ലസ്. അഡീഷൻ എന്ന് പറഞ്ഞ പ്ലസ് ഓപ്പറേറ്റർ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലസ് തന്നെ പറഞ്ഞില്ല, പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്, ഇങ്ങനെ ഏത് ഓപ്പറേറ്റർ വന്നാലും ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നമ്മൾ അതിനെ സിമ്പിൾ എക്സ്പ്രഷൻ എന്ന് പറയും. നമ്മൾ ഒന്നിൽ കൂടുതൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോംപ്ലക്സ് എക്സ്പ്രഷൻ എന്ന് പറയും. ഓക്കെ, സോ ഈ എക്സാമ്പിൾ നോക്കിക്കേ, 2 + 5 = 7. ഇതെന്ന് പറഞ്ഞ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സിമ്പിൾ എക്സ്പ്രഷൻ. ഇത് നോക്കിക്കേ, 2 + 6 * 8 = 50. ഇതൊരു കോംപ്ലക്സ് എക്സ്പ്രഷൻ ആണ്. കാരണം എന്താണ്? ഇവിടെ നമുക്ക് പ്ലസും സ്റ്റാറും വന്നിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേഷനും വന്നിട്ടുണ്ട്, അഡീഷനും വന്നിട്ടുണ്ട്. രണ്ട് ഓപ്പറേറ്റർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് മീൻസ് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു കോംപ്ലക്സ് എക്സ്പ്രഷൻ ആണ്. ഇങ്ങനെ കോംപ്ലക്സ് എക്സ്പ്രഷൻ വരുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ആകുമ്പോൾ നമുക്ക് ബോഡ്മാസ് തിയറം അറിയാം, ബ്രാക്കറ്റ് ഓപ്പൺ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ ഒരു ഫോമിലാണ് നമ്മൾ മാത്സ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കമ്പ്യൂട്ടറിനും അതറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് ഈ കോംപ്ലക്സ് എക്സ്പ്രഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രിസിഡൻസ് നോക്കും. പ്രിസിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് സിമ്പിൾസ് ആണ്. ഓപ്പറേറ്റേഴ്സും ഉണ്ട്, അതിനകത്ത് സിമ്പിൾസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ഇപ്പം പാരാന്തസിസ് ഉണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, ആരോ മാർക്ക് ഉണ്ട്, ഡോട്ട് ഉണ്ട്, പ്ലസ്, മൈനസ്, ഡബിൾ പ്ലസ്, ഡബിൾ മൈനസ്, നെഗേഷൻ, ഇങ്ങനെ എല്ലാ ഓപ്പറേറ്റേഴ്സും സിമ്പിൾസും ഉണ്ട്. ഇതിനൊക്കെ എന്തുമാത്രം പ്രസിഡൻസ് ആണ് ഉള്ളതെന്ന് ഈ സൈഡിൽ തന്നിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു കോംപ്ലക്സ് എക്സ്പ്രഷൻ അത് 2 + 6 * 8 ആണ്. അപ്പൊ നിങ്ങൾ ഈ ടേബിൾ നോക്കിക്കേ. ടേബിൾ നോക്കുമ്പോൾ പ്ലസ് മൾട്ടിപ്ലിക്കേഷനുമാണ് നമ്മുടെ എക്സ്പ്രഷനിൽ കിടക്കുന്നത്. പ്ലസ്, സ്റ്റാർ, ഇത് രണ്ടും ആക്ച്വലി കംസ് അണ്ടർ ദ പ്രയോറിറ്റി എത്രയാണ്? 2 എന്ന് പറയുന്ന പ്രയോറിറ്റിയിൽ വരുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സ് ആണ് പ്ലസും സ്റ്റാറും. മീൻസ് രണ്ടിനും സെയിം ലെവൽ പ്രയോറിറ്റി ആണുള്ളത്. ഞാൻ ഏത് ആദ്യം സോൾവ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും ഒരേ പ്രയോറിറ്റി ആണ്. പക്ഷെ ഇപ്പം ഇതിന് പകരം എനിക്ക് എന്റെ എക്സ്പ്രഷനിൽ പ്ലസും ഈ പ്ലസും ഈ ഗ്രേറ്റർ ദാൻ ഈ സിമ്പിളും വരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഏതാണോ ഉള്ളത് അതായിരിക്കും നമ്മൾ അപ്പൊ ആദ്യമേ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇത് രണ്ടും ഒറ്റ ഒരു സർക്കിളിനകത്ത് വരുന്ന രണ്ടെണ്ണമായിരുന്നു. അപ്പൊ ഞാൻ ഏത് ആദ്യമേ സോൾവ് ചെയ്യും? ചെയ്യുന്ന ഒരു ഇഷ്യൂ വരുന്ന കാരണം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അസോസിയേറ്റിവിറ്റി എന്നുള്ള ഈ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യും. അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് എക്സ്പ്രഷനിൽ ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന കോംപ്ലക്സ് എക്സ്പ്രഷൻസിൽ രണ്ട് ഓപ്പറേറ്റേഴ്സ് സെയിം പ്രസിഡൻസ് ഉള്ള അതായത് പ്രസിഡൻസ് മീൻസ് പ്രയോറിറ്റി, സെയിം പ്രയോറിറ്റി ഉള്ള രണ്ട് ഓപ്പറേറ്റേഴ്സ് സെയിം കോംപ്ലക്സ് എക്സ്പ്രഷനിൽ അവൈലബിൾ ആകുമ്പോൾ ഏതായിരിക്കും ആദ്യമേ ഇതിനകത്ത് സോൾവ് ചെയ്യുക എന്നൊരു ഡൗട്ട് വരും. ഇവിടെ തന്നെ നോക്കിക്കേ, 2 + 6 ചെയ്തിട്ടാണോ ഇൻറ്റു *8 ചെയ്യേണ്ടത്, അതോ 6 * 8 ചെയ്തിട്ടാണോ ഞാൻ അതിന്റെ കൂടെ 2 ആഡ് ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ട് വരുന്നുണ്ട്. സോ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് അസോസിയേറ്റിവിറ്റി. സോ ഈ അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് എക്സ്പ്രഷൻസിൽ മാത്രമായിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അസോസിയേറ്റിവിറ്റി തന്നെ രണ്ടെണ്ണം ഉണ്ട്, ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ്.
ഓക്കെ. സോ ഈ ഇത് കണ്ടോ, ലെഫ്റ്റ് ടു റൈറ്റ് സോൾവ് ചെയ്യുന്ന ഒരെണ്ണം നോക്കിക്കേ. 3 സ്റ്റാർ 8 ഡിവിഷൻ 4 മോഡുലസ് 4 ഇൻറ്റു 5. ഇതൊരു കോംപ്ലക്സ് എക്സ്പ്രഷൻ ആണോ സിമ്പിൾ എക്സ്പ്രഷൻ ആണോ? കോംപ്ലക്സ് എക്സ്പ്രഷൻ ആണ്. കാരണം ഇവിടെ എനിക്ക് ഞാൻ മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഡിവിഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ 3 ഓപ്പറേറ്റേഴ്സ് ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ ഞാൻ ഏത് ആദ്യമേ സോൾവ് ചെയ്യും എന്നുള്ളത് നമ്മുടെ ഒരു ഡൗട്ട് ആണ്. അപ്പം ഇതിന് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ, ഇത് കണ്ടോ, സ്റ്റാർ, ഡിവിഷൻ, മോഡുലസ്, ഈ 3 എണ്ണമാണ് നമ്മുടെ ഇക്വേഷനിൽ കിടക്കുന്നത്. ഇത് 3 കംസ് അണ്ടർ ദ പ്രയോറിറ്റി 3. അപ്പൊ അവിടുത്തെ അസോസിയേറ്റിവിറ്റി എന്താ പറയുന്നത്? ഇത് സെയിം പ്രയോറിറ്റിയിൽ വരുമ്പം അതിന്റെ അസോസിയേറ്റിവിറ്റിക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. മീൻസ് ഈ എക്സ്പ്രഷനെ നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് സോൾവ് ചെയ്ത് പോകണം. ഒരു കോംപ്ലക്സ് എക്സ്പ്രഷനിൽ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാ ഓപ്പറേറ്റേഴ്സും സെയിം പ്രയോറിറ്റിയിൽ വരുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് എങ്കിൽ വി ഹാവ് ടു ഫോളോ ലെഫ്റ്റ് ടു റൈറ്റ് അക്കോർഡിംഗ് ടു ദ ഓപ്പറേറ്റേഴ്സ് വിച്ച് വി ആർ യൂസിങ്. നമ്മളിപ്പോ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റേഴ്സ് എല്ലാം തന്നെ ഈ ഒരു സെയിം സെറ്റിനകത്ത് വരുന്നതാണ്. സോ അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ഫോളോ ചെയ്യാനാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ ഇക്വേഷനെ ഞാൻ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഞാൻ സോൾവ് ചെയ്ത് പോകും. നോക്കിക്കേ, 3 സ്റ്റാർ 8 ഡിവിഷൻ 4 സ്റ്റാർ 4 ഇൻറ്റു 5. അപ്പൊ ഞാൻ അതിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഫോളോ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ 3 സ്റ്റാർ 8 ചെയ്തു. സോ അതുകൊണ്ട് ഞാൻ അതിനെ ബ്രാക്കറ്റ് ഇട്ടു. എന്നിട്ട് അത് കിട്ടുന്ന ഉത്തരത്തിന് ഡിവിഷൻ 4 ചെയ്യുക, ആ കിട്ടുന്ന ഉത്തരത്തിന് പെർസെന്റേജ് 4 ചെയ്യുക, ആ കിട്ടുന്ന ഉത്തരത്തിന് ഇൻറ്റു 5 ചെയ്യുക. നോക്കിക്കേ, അപ്പൊ 3 സ്റ്റാർ 8 ചെയ്യുമ്പോഴത്തേനും 3 ഇൻറ്റു 8 ഈസ് 24. 24 ഡിവിഷൻ 4. അപ്പൊ ഇതാണ് ഞാൻ നെക്സ്റ്റ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അതിനെ പിന്നെയും ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്. എന്നിട്ട് മോഡുലസ് 4 ഇൻറ്റു 5. എന്നിട്ട് പിന്നെയും പോവുക, 24 ഡിവിഷൻ 4 എന്ന് പറയുമ്പോൾ നമുക്ക് 6 കിട്ടും. അതിനെ മോഡുലസ് 4 ചെയ്യുക, ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. 6% 4 എത്രയാണ് ആക്ച്വലി? What is the meaning of percentage operator? Remainder. Remainder operator. അപ്പം ഈ 6 മോഡുലസ് 4 ചെയ്യുമ്പോൾ എനിക്ക് 2 ആയിരിക്കും റിമൈൻഡർ കിട്ടുന്നത്. സോ 2 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എനിക്ക് വാല്യൂ 10 ആയി. മനസ്സിലായോ? ഒന്നുകൂടി പറയുമോ? ഈ ഒരു പ്രോബ്ലം ആണോ? അതെ. ഓക്കെ, മോഡുലസിന്റെ കേസ്. മോഡുലസിന്റെ കേസിലോ? ഓക്കെ, വാട്ടെവർ. അപ്പം ഈ സ്റ്റാർ, ഡിവിഷൻ, മോഡുലസ്, ഈ 3ഉം നമ്മുടെ ഈ പ്രയോറിറ്റി ആൻഡ് അസോസിയേറ്റിവിറ്റി ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ട്. എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഇങ്ങനെ ആയിരിക്കത്തില്ല, വേരി ചെയ്യും. പക്ഷെ ഇതിന്റെ പ്രസിഡൻസ് എല്ലാം സെയിം ആയിരിക്കും കേട്ടോ. നിങ്ങൾ വേറെ വല്ലതും ആണ് ബുക്ക് റെഫർ ചെയ്യുന്നെങ്കിൽ അതൊക്കെ വേറെ വേറെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ സെയിം ആയിരിക്കും. അപ്പം സ്റ്റാർ, ഡിവിഷൻ, പെർസെന്റേജ് ഇതെല്ലാം വരുന്നത് 3 എന്ന് പറഞ്ഞ പ്രയോറിറ്റിയിലാണ്. അപ്പം എല്ലാത്തിന്റെയും പ്രയോറിറ്റി 3 ആണ്. അപ്പം ഞാൻ എല്ലാത്തിന്റെയും പ്രയോറിറ്റി 3 ആയത് കാരണം ഞാൻ ഏതായിരിക്കും ആദ്യമേ സോൾവ് ചെയ്യേണ്ടത്? എല്ലാം 3 ആയതുകൊണ്ട് ഞാൻ ഏതിന് ഞാൻ ആദ്യമേ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കും എന്നൊരു ഇഷ്യൂ വരുന്നത് കൊണ്ട് ആ ഒരു കേസിൽ നമ്മൾ ഇതിന്റെ അസോസിയേറ്റിവിറ്റി നോക്കും. സോ ഈ 3 എന്ന് പറഞ്ഞ പ്രയോറിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തന്നിരിക്കുന്ന അസോസിയേറ്റിവിറ്റി ഈസ് ലെഫ്റ്റ് ടു റൈറ്റ്. അപ്പൊ ഞാൻ ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിനെ ഞാൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സോൾവ് ചെയ്യാൻ നോക്കും. സോ ഞാൻ എന്ത് ചെയ്യും, ആദ്യം നമ്മുടെ ഇതാണ് കോംപ്ലക്സ് എക്സ്പ്രഷൻ. ഈ കോംപ്ലക്സ് എക്സ്പ്രഷനിൽ ആദ്യം അതിനകത്ത് കിടക്കുന്ന ഒരു കോംപ്ലക്സ് എക്സ്പ്രഷനകത്ത് പല സിമ്പിൾ എക്സ്പ്രഷൻസ് ആണ് കിടക്കുന്നത് ആണല്ലോ. ആ ഓരോ സിമ്പിൾ എക്സ്പ്രഷൻസിനെ ഞാൻ സോൾവ് ചെയ്ത് പോകും. ആ സോൾവ് ചെയ്ത് പോകുന്ന ഓർഡർ ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഈ കോംപ്ലക്സ് എക്സ്പ്രഷനിൽ കിടക്കുന്ന മൾട്ടിപ്പിൾ സിമ്പിൾ എക്സ്പ്രഷൻസിനെ ഞാൻ ലെഫ്റ്റ് നിന്ന് റൈറ്റ് എന്ന ഓർഡറിലേക്ക് ഞാൻ സോൾവ് ചെയ്ത് പോകും. സോ എന്റെ ഈ കോംപ്ലക്സ് എക്സ്പ്രഷനിലെ ഫസ്റ്റ് സിമ്പിൾ എക്സ്പ്രഷൻ ഈസ് 3 ഇൻറ്റു 8. 3 ഇൻറ്റു 8 ഈസ് 24. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യണം, 24 എനിക്ക് കിട്ടി. ഇനി ഈ 24നെ ഡിവിഷൻ 4, ഈ കിട്ടുന്ന ഉത്തരത്തിന് ഞാൻ എന്നിട്ട് ഡിവിഷൻ 4 ചെയ്യണം. സോ 24 ഡിവിഷൻ 4 എത്രയാണ്? ഈക്വൽ ടു 6. സോ എനിക്ക് 6 കിട്ടി. സോ ഈ കിട്ടുന്ന ഉത്തരത്തിന് ഞാൻ പെർസെന്റേജ് 4 ചെയ്യണം. സോ 6%4. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായി കിട്ടുന്നത്? 4 1s are 4, 4 2s are 8. അപ്പം 4 1s are 4 പോയി കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 2 ആണല്ലോ.
ആണോ? ആണ്. ഓക്കെ, ഈക്വൽ ടു 2. അപ്പൊ എനിക്ക് 6% 4 ചെയ്യുമ്പോൾ 2 കിട്ടി. സോ എന്റെ കോംപ്ലക്സ് എക്സ്പ്രഷനെ ഇത്രയും പാർട്ട് ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ ഈസ് 2. ഈ കിട്ടിയ 2നെ എന്ത് ചെയ്യണം? അവസാനം ഇൻറ്റു 5 ചെയ്യണം. ചെയ്യുമ്പോൾ എത്രയാണ് എനിക്ക് ആൻസർ കിട്ടുന്നത്? 10. സോ 10 ഈസ് ദ ആക്ച്വൽ റിസൾട്ട് ഓഫ് ദിസ് കോംപ്ലക്സ് എക്സ്പ്രഷൻ. ഈ കോംപ്ലക്സ് എക്സ്പ്രഷനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടേണ്ട കറക്റ്റ് വാല്യൂ ഈസ് 10. അതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞത്. അസോസിയേറ്റിവിറ്റി ഫോളോ ചെയ്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നു. ആ ലെഫ്റ്റിൽ കിടക്കുന്ന ഓരോ സിമ്പിൾ എക്സ്പ്രഷൻസിനെ സോൾവ് ചെയ്ത് ഞാൻ അവസാനം ആ ഒരു ഫുൾ കോംപ്ലക്സ് എക്സ്പ്രഷൻ ഞാൻ സോൾവ് ചെയ്ത് എടുക്കും. ഇപ്പൊ മനസ്സിലായോ? ഓക്കെ. സോ അതുപോലെയാണ് റൈറ്റ് ടു ലെഫ്റ്റ്. റൈറ്റ് ടു ലെഫ്റ്റിൽ ഈ ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. ഈ അസൈൻമെന്റ് ഓപ്പറേറ്റർ നമുക്ക് പ്ലസ് ഈക്വൽ ടു, സ്റ്റാർ ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യാം. സോ ഈ പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു എന്നൊക്കെ ഇത് കണ്ടോ, ഇവിടെയാണ് വരുന്നത്. എല്ലാവരും കംസ് അണ്ടർ ദ പ്രയോറിറ്റി 4. അവിടെ പറഞ്ഞിരിക്കുന്ന അസോസിയേറ്റിവിറ്റി ഈസ് റൈറ്റ് ടു ലെഫ്റ്റ്. അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ കറസ്പോണ്ടിങ് അസോസിയേറ്റിവിറ്റി ഈസ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. മീൻസ് ഞാൻ ഈ കോംപ്ലക്സ് എക്സ്പ്രഷനെ ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സോൾവ് ചെയ്ത് വരണം. മീൻസ് ആദ്യമേ സി ഈക്വൽ ടു C-5 ചെയ്യുക. ആ കിട്ടുന്ന ഉത്തരത്തിനെ ബി സ്റ്റാർ അതിന്റെ കൂടെ ഈ കിട്ടുന്ന വാല്യൂവിനെ ഞാൻ അതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ എയുടെ കൂടെ ഞാൻ ആഡ് ചെയ്യുക. അങ്ങനെ 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 പോകുമ്പോഴാണ് നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. മനസ്സിലായോ? ഇത് അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ അസോസിയേറ്റിവിറ്റി ഈസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അതിന് നിങ്ങൾക്ക് റൈറ്റ് ടു ലെഫ്റ്റും കൂടെ കാണിക്കാനുള്ള ഒരു എക്സാമ്പിൾ തന്നിട്ടേ ഉള്ളൂ. മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് ചോദിക്കുന്നില്ല. ലെഫ്റ്റ് ടു റൈറ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ്, അപ്പം അതാണ് എക്സ്പ്രഷൻസ്. അത് റിലേറ്റഡ് ആയിട്ടുണ്ടായിരിക്കുന്ന പ്രയോറിറ്റി ആൻഡ് പ്രെസിഡൻസ്. നെക്സ്റ്റ് കമ്മിങ് ടു ഡെസിഷൻ മേക്കിംഗ് ഓർ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഇന്നലെ അപ്പം നമ്മൾ കണ്ട പ്രോഗ്രാംസ്, അപ്പം നമ്മൾ സിമ്പിൾ പ്രോഗ്രാം ഒക്കെ കണ്ടെങ്കിലും അതിനകത്തെല്ലാം നമ്മൾ പറഞ്ഞപ്പം ഒരു ഫ്ലോ, ഒരു നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കാണും. ആ ഓരോ സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ സി പ്രോഗ്രാമിംഗിൽ എഴുതുമ്പോൾ മെയിൻ ഫംഗ്ഷൻ എവിടെയാണോ എഴുതിയിരിക്കുന്നത് അവിടെ മുതൽ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഡിക്ലറേഷൻ എഴുതി കാണും. ഓരോ വേരിയബിൾസും ഡിക്ലെയർ ചെയ്യും. ആ വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് റീഡ് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യും. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസിന്റെ കേസായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞത് മൊത്തം. പക്ഷെ നമ്മൾ ഈ സി പ്രോഗ്രാമിംഗ് ഈ 4 or 5 സെന്റൻസ് മാത്രം എഴുതാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? അല്ല. വലിയ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങും വലിയ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ ചെയ്യാനും നമ്മൾ സി പ്രോഗ്രാമിംഗ് നമ്മൾ യൂസ് ചെയ്യും. സോ കോംപ്ലക്സ് ആയിട്ട് പോകും തോറും നമുക്ക് അവിടെ കുറെ കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരും. വലിയ വലിയ പ്രോഗ്രാംസിലേക്ക് പോകുമ്പോഴത്തേനും നമുക്ക് പല കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. പല കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ആ കണ്ടീഷൻ നടന്നാൽ, അത് പറഞ്ഞിരിക്കുന്ന ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആയാൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. ആ കണ്ടീഷൻ ഇൻ കേസ് ഫോൾസ് ആയാൽ എനിക്ക് വേറെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ പല കണ്ടീഷൻസ് വരുമ്പോൾ നമുക്ക് ആ ഒരു സി പ്രോഗ്രാമിങ്ങിന്റെ എക്സിക്യൂഷന്റെ കൺട്രോള് ചിലപ്പം 10ാമത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ചിലപ്പോൾ ആ ഒരു കണ്ടീഷൻ 10ാമത്തെ ലൈനിൽ ട്രൂ ആയി കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് 11 ആയിരിക്കാം. പക്ഷെ ഫോൾസ് ആയി കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ 101ാമത്തെ ലൈൻ ആയിരിക്കും. അതിന് ആ 10 മുതൽ 100 വരെ ഉണ്ടായിരിക്കുന്ന ലൈൻ പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. കാരണം അവിടെ കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പം ആ ഇടയ്ക്ക് ഉണ്ടായിരിക്കുന്ന ലൈൻസ് ഒന്നും അതിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ അങ്ങനെ കണ്ടീഷൻ ബേസ്ഡ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പ്രോഗ്രാമിലേക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഡെസിഷൻ മേക്കിംഗ് ഓർ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ ബേസിക്കലി പഠിക്കുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈഫും സ്വിച്ചും ആണ്. ഈഫ് തന്നെ നമുക്ക് പല കാറ്റഗറി ഉണ്ട്. സിമ്പിൾ ഈഫ് ഉണ്ട്. അതിന്റെ പ്രോഗ്രാം ഞാൻ തന്നിട്ടുണ്ട്, ഞാൻ റൺ ചെയ്തും കാണിക്കാം നിങ്ങൾക്ക് കേട്ടോ. പിന്നെ ഈഫ് എൽസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നെസ്റ്റിംഗ് ഓഫ് ഈഫ് ഉണ്ട്. ദെൻ ഈഫ് എൽസ് ലാഡർ ഉണ്ട്. പിന്നെ നമുക്ക് സ്വിച്ച് ഉണ്ട്. ഇതെല്ലാം കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഡെസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സേ ഫോർ എക്സാമ്പിൾ, നാളെ മഴ ഇല്ല എങ്കിൽ ക്ലാസ് ഉണ്ട്. മഴ പെയ്താ അപ്പൊ ക്ലാസ് ഉണ്ടോ? ഉണ്ടോ? മഴ പെയ്താൽ ക്ലാസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മഴ പെയ്താൽ ക്ലാസ് ഇല്ല. അപ്പൊ മഴ പെയ്തില്ലല്ലോ, ഉണ്ട്. സോ ഈ മഴ എന്ന് പറയുന്നത് ഇവിടുത്തെ എന്റെ പ്രോഗ്രാമിന്റെ ഒരു വേരിയബിൾ ആണ്. ആ വേരിയബിൾ ഞാൻ കണ്ടീഷൻ കൊടുക്കുകയാണ്,
മഴ പെയ്താൽ മഴ പെയ്തില്ലെങ്കിൽ എന്നുള്ള രണ്ട് കണ്ടീഷൻ ഞാൻ കൊടുക്കുകയാണ്. സോ റെയിൻ ഈക്വൽ ടു ട്രൂ ആയാൽ എനിക്ക് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യണം, റെയിൻ ഈക്വൽ ടു ഫോൾസ് ആയാൽ എനിക്ക് വേറൊരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യണം. അതാണ് അങ്ങനെ ഒരു കണ്ടീഷൻസ് വരുന്ന കേസസിലാണ് നമ്മൾ ഈ ഡെസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ഇഫ്. സിമ്പിൾ ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടെ ഞാൻ ഒരു കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ, അത് ട്രൂ ആയ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എൽസ് ഒന്നുമില്ല. ഇങ്ങനെ നടന്നാൽ ഒരെണ്ണം, അല്ലെങ്കിൽ വേറെ ഒരെണ്ണം. അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു പാർട്ട് ഈ സിമ്പിൾ ഈഫിനകത്ത് ഇല്ല. ഓക്കെ, സോ ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇതിന്റെ സിന്റാക്സ് ആണ് ഇത് കേട്ടോ. ഈഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ്, ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്, ഈ ഈഫിന്റെ അകത്തുണ്ടായിരിക്കുന്ന ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ എന്നുള്ള ഒരു കണ്ടീഷനേ ഇല്ല ഇവിടെ, ട്രൂ ആയാൽ അത് ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ നോക്കിക്കേ. ഹാഷ് ഇൻക്ലൂഡ് stdio.h. എന്തിനാ ഞാനിവിടെ stdio.h യൂസ് ചെയ്തിരിക്കുന്നത്? റീസൺ എന്തിനാ stdio.h യൂസ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഇവിടെ ഫോർമാറ്റഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ printf ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ printf ഈസ് ആക്ച്വലി എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഹെഡർ ഫയൽ ആയ stdio.h യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇന്നലെ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, സോ മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ a ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആ a എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ 5 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്ത് ഇനിഷ്യലൈസ് ചെയ്തു. If a equal to 5 means a യുടെ വാല്യൂ 5 ഈക്വൽ ആണ് എങ്കിൽ ഞാൻ പ്രിന്റ് ചെയ്യുന്നു a is equal to 5 എന്ന്. എന്റെ സ്ക്രീൻ കാണാവോ? സോ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഞാൻ എയുടെ വാല്യൂ 5 ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ a ഈക്വൽ ടു 5 ആണെങ്കിൽ a ഈസ് ഈക്വൽ ടു 5 ആണ്. ഇവിടെ എയുടെ വാല്യൂ 5 ആയിരുന്നു. സോ 5 ഈസ് ഈക്വൽ ടു 5 ആണ്, ട്രൂ ആണ്. അതുകൊണ്ട് എനിക്ക് എന്താണ് പ്രിന്റ് ചെയ്തത്? a ഈസ് ഈക്വൽ ടു 5. ഇൻ കേസ് ഞാൻ എയുടെ വാല്യൂ ഇപ്പൊ ഇവിടെ മാറ്റി 4 ആ കൊടുക്കുന്നെങ്കിലോ എന്തായാലും പ്രിന്റ് ചെയ്തിട്ടുണ്ടോ ഇവിടെ? ഇല്ല, കാരണം ഞാൻ അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടില്ല. ട്രൂ ആകുന്ന കേസ് മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. സോ അത് മാത്രമേ ഇത് പ്രിന്റ് ചെയ്യത്തുള്ളൂ. സോ ദിസ് ഇസ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഈഫ്. മനസ്സിലായോ? ഓക്കെ, ഇനി ഈഫ് എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആകുന്ന കേസും കാണും, കണ്ടീഷൻ ഫോൾസ് ആയ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ എൽസി കൊടുത്തതാണ്. ഈ ഈഫിനകത്ത് ട്രൂ ആയാൽ അതിന്റെ അകത്തുണ്ടായിരിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ എക്സിക്യൂട്ട് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ ബ്ലോക്ക് 1 ഞാൻ എക്സിക്യൂട്ട് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞാൽ എൽസ് എന്ന് പറയുന്നതിനകത്ത് എഴുതിയിരിക്കുന്ന ബ്ലോക്ക് 2 ഞാൻ എക്സിക്യൂട്ട് ചെയ്യും. അതിന്റെ എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, എയുടെ വാല്യൂ ഈസ് 10. ഇഫ് a ഈക്വൽ ടു 5 ആണോ? എയുടെ വാല്യൂ ഞാൻ 10 ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. സോ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആയിരിക്കുമോ ഫോൾസ് ആയിരിക്കുമോ? ഫോൾസ് ആകുമ്പോൾ ഞാൻ അപ്പൊ എങ്ങോട്ട് പോകും? എൽസിലേക്ക് പോകും. എൽസിലേക്ക് പോയിട്ട് ഞാൻ എൽസിൽ എന്താണോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതങ്ങ് പ്രിന്റ് ചെയ്യും. സോ ഇവിടെ a ഈസ് നോട്ട് ഈക്വൽ ടു 5 ആണല്ലോ, അതല്ലേ പ്രിന്റ് ചെയ്തിരിക്കുന്നത്? അപ്പൊ ഞാൻ ഇവിടെ എയുടെ വാല്യൂ 5 കൊടുക്കുവാണെങ്കിലോ കണ്ടീഷൻ ട്രൂ ആണ്. സോ പ്രിന്റ്സ് a ഈസ് ഈക്വൽ ടു 5 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ, ഇനി നെസ്റ്റിംഗ് ഓഫ് ഈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഫിന്റെ അകത്ത് ഞാൻ പിന്നെയും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തു, അതിന്റെ അകത്ത് ഞാൻ പിന്നെയും ഈഫ് ഇട്ട് വേറെ കണ്ടീഷൻസ് അതിന്റെ സബായിട്ട് ചെക്ക് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ നെസ്റ്റിംഗ് ഓഫ് ഈഫ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത്രയൊന്നും വരത്തില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. സോ സിന്റാക്സ് നോക്കിക്കേ, ഈഫിന്റെ അകത്ത് ഞാൻ ആദ്യമേ ഫസ്റ്റ് പ്രൈമറി ഈഫിനകത്ത് ഞാനൊരു കണ്ടീഷൻ കൊടുത്തു. അത് ട്രൂ ആകുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഞാൻ പിന്നെയും ഒരു ഈഫ് കൊടുത്തു, എക്സ്പ്രഷൻ 2. അത് ട്രൂ ആണെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുക. ഈ എക്സ്പ്രഷൻ 2 ഫോൾസ് ചെയ്ത് കഴിഞ്ഞാൽ
അതിന്റെ എൽസ് എക്സിക്യൂട്ട് ചെയ്യുക. ഇൻ കേസ് ഇത്രയും ഈ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ പ്രൈമറി ഈഫ് തന്നെ ഫോൾസ് ആയി കഴിഞ്ഞാൽ ഈ താഴത്തെ എൽസ് എക്സിക്യൂട്ട് ചെയ്യുക. മനസ്സിലായോ? ഇവിടെ എവിടെയാ നെസ്റ്റിംഗ് ഓഫ് ഈഫ് വന്നിരിക്കുന്നത്? ഈ ഈഫിന്റെ അകത്ത് തന്നെ ഞാൻ പിന്നെയും കണ്ടീഷൻ ഈഫ് എൽസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആക്ച്വലി നെസ്റ്റിംഗ് ഓഫ് ഈഫ്. മനസ്സിലായോ? ഒരു ഈഫ് കണ്ടീഷൻ അകത്ത് തന്നെ ഞാൻ പിന്നെയും ഒരു ഈഫ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഈഫിനകത്ത് പിന്നെയും ഞാൻ ഒരു ഈഫ് കൊടുക്കുവാണെങ്കിൽ നമ്മൾ അതിനെ നെസ്റ്റിംഗ് ഓഫ് ഈഫ് എന്ന് പറയും. മനസ്സിലായോ? ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തു വെച്ചിട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസും ഇല്ല. നിങ്ങളുടെ പ്രീവിയസ് ഇയർ നോക്കിയപ്പോൾ അതിന് ചാൻസും ഇല്ല. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടില്ല. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പിന്നെ PPT ഷെയർ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്ത് തരാം. മതിയോ? ഓക്കെ. നെക്സ്റ്റ് ഈസ് ഈഫ് എൽസ് ലാഡർ. നമ്മൾ ഇതിന് മുന്നേ കണ്ട ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഒരു ഈഫ് പാർട്ടും ഉണ്ടായിരുന്നു. അത് ട്രൂ ആയാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക, അത് ഫോൾസ് ആയാൽ എൽസിലുള്ളത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പം അവിടെ നമുക്ക് രണ്ട് കണ്ടീഷനേ വരുന്നുള്ളൂ. മീൻസ് ഒരു കണ്ടീഷൻ അത് ട്രൂ ആകുന്നു അല്ലെങ്കിൽ അത് ഫോൾസ് ആകുന്നു. അപ്പൊ നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഒരു പർട്ടിക്കുലർ കണ്ടീഷന് എനിക്ക് രണ്ട് സിറ്റുവേഷൻസ് മാത്രമല്ല മോർ ദാൻ 2 കണ്ടീഷൻസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുന്ന കേസസിലാണ് നമ്മൾ ഈ ഈഫ് എൽസ് ലാഡർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈഫിനകത്ത് ഒരു കണ്ടീഷൻ അത് ട്രൂ ആയാൽ സ്റ്റേറ്റ്മെന്റ് 1 ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പിന്നെയും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അത് ട്രൂ ആയാൽ ഒരെണ്ണം എക്സിക്യൂട്ട് ചെയ്യുന്നു, അതും ഫോൾസ് ആയാൽ ഞാൻ വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, പിന്നെയും എക്സിക്യൂട്ട് ചെയ്യുന്നു. അതും ഫോൾസ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഈഫ് മുതൽ എൽസ് ഈ ലാസ്റ്റ് കണ്ടീഷൻ 3 വരെയുള്ള എല്ലാം ഫോൾസ് ആയി കഴിയുമ്പോൾ മാത്രം എൽസിനകത്തുള്ളത് എക്സിക്യൂട്ട് ചെയ്യുക. മീൻസ് എനിക്കിവിടെ ഒരു കണ്ടീഷൻ മാത്രമല്ല ചെക്ക് ചെയ്യാനുള്ളത്, ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് എനിക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ആ കണ്ടീഷൻസ് എല്ലാം ഫോൾസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അവസാനം ഒരു എൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങ് എക്സിക്യൂട്ട് ആകും. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, എയുടെ വാല്യൂ ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് 5 ആയിട്ടാണ്. ഞാൻ ആദ്യമേ ചെക്ക് ചെയ്തു എ ഈക്വൽ ടു 5 ആണോ? 15 ഈസ് നോട്ട് ഈക്വൽ ടു 5. സോ ഇത് പ്രിന്റ് ചെയ്യത്തില്ല. എന്നിട്ട് ഞാൻ പിന്നെയും എൽസിഎഫിനകത്തോട്ട് പോയിട്ട് ഞാൻ ചെക്ക് ചെയ്യണം, അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. എ ഈക്വൽ ടു 10 ആണ്. എ ഈസ് ആക്ച്വലി 15. 15 ഈക്വൽ ടു 10 ആണോ? അല്ല. സോ ഇതും എക്സിക്യൂട്ട് ചെയ്തില്ല. ഇതും ഫോൾസ് ആയി, ഇതും ഫോൾസ് ആയി. എന്നിട്ട് അവസാനം ഞാൻ എൽസിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്? പ്രിന്റ് എ ഈസ് നോട്ട് ഈക്വൽ ടു 5 ഓർ 10. എ എന്ന് പറയുന്ന വാല്യൂ 10നോടും 5നോടും ഈക്വൽ ടു അല്ല എന്നുള്ളതാണ് ഞാൻ എൽസിൽ കൊടുത്തിരിക്കുന്നത്. അത് പ്രിന്റ് ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എയുടെ വാല്യൂ 5 ആയിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഏതായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? എ ഈക്വൽ ടു 5 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ എന്ത് ഔട്ട്പുട്ട് എനിക്ക് കിട്ടും? എ ഈസ് ഈക്വൽ ടു 5. കാരണം എന്താണ്? എയുടെ വാല്യൂ 5 ആണ്. 5 ഈസ് ഈക്വൽ ടു 5. സോ വി ഗെറ്റ് ദ ഔട്ട്പുട്ട് എ ഈസ് ഈക്വൽ ടു 5. ഇനി ഞാനിവിടെ 10 ആ കൊടുക്കുന്നെങ്കിലോ? രണ്ടാമത്തേത്. കാരണം രണ്ടാമത്തെ കണ്ടീഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് എ ഈക്വൽ ടു 10 ആണോന്ന്. ഇവിടെ ആദ്യമേ ചെക്ക് ചെയ്യും 10 ഈസ് നോട്ട് ഈക്വൽ ടു 5. സോ വി എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. എൽസ് ഇഫ് എ ഈക്വൽ ടു 10 ആണോ നോക്കി, ആണ്. എയുടെ വാല്യൂ 10 ആണ്. 10 ഈക്വൽ ടു 10 ആണ്. സോ വി ഗെറ്റ് ദ ഔട്ട്പുട്ട് എ ഈസ് ഈക്വൽ ടു 10. മനസ്സിലായോ? ഓക്കെ. സോ ഇതാണ് ബേസിക്കലി ഈഫിന്റെ പല ടൈപ്സ് ഓഫ് ഈഫ്. സിമ്പിൾ ഈഫ് ഉണ്ട്, ഈഫ് എൽസ് ഉണ്ട്, നെസ്റ്റഡ് ഈഫ് ഉണ്ട്, ഈഫ് എൽസ് ലാഡർ ഉണ്ട്. ഇങ്ങനെ 4 ടൈപ്സ് ഓഫ് ഈഫ് കണ്ടീഷൻസ് ആണ് നമുക്ക് ഉള്ളത്. നെക്സ്റ്റ് ഈസ് സ്വിച്ച്. സ്വിച്ചും ആക്ച്വലി ഈഫ് പോലെ തന്നെയാണ്. ഈ ഈഫിനും സ്വിച്ചിനും തമ്മിൽ ഒരു ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഫിനും സ്വിച്ചിനും തമ്മിൽ ഒന്നാമത് തന്നെ സിൻടാക്സ് വേറെയാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ്സ് വേറെയാണ്. അവിടെ ഈഫും എൽസും ഒക്കെയാണ് യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ സ്വിച്ച് എന്ന് പറഞ്ഞൊരു കീവേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ സ്വിച്ചിനകത്ത് കേസ് എന്നൊക്കെ പറഞ്ഞ വേറെ കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ആ കൂടെ ഒറ്റൊരു എക്സ്പ്രഷൻ മാത്രമേ, ഒറ്റൊരു കണ്ടീഷനുമായിട്ട് മാത്രമേ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് ഈഫ് എൽസിനകത്താണെങ്കിൽ ഈഫ് എൽസ് ലാഡറിനകത്ത് നമുക്ക് എൽസീഫ് എന്ന് പറഞ്ഞാൽ പല കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്ക് സ്വിച്ചിൽ ആ കൂടെ ഒറ്റൊരു കണ്ടീഷനായിട്ട് മാത്രം ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് പല ചാൻസസ്, ഏതൊക്കെ ചാൻസസ് ആണോ ഉള്ളത് ആ ഓരോ ചാൻസസിനും ഓരോ ഔട്ട്പുട്ട് കാണും. ഓക്കെ. ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് സ്വിച്ചിൽ കാണും. പക്ഷെ അങ്ങനെയല്ല ഈഫ് എൽസിൽ. ഓരോ കണ്ടീഷനും നമ്മൾ സെപ്പറേറ്റ് ഈഫ് എൽസിൽ നമ്മൾ ലാഡറിൽ എഴുതി കൊടുക്കണം. അല്ലെങ്കിൽ ഈഫ് ട്രൂ ആയാൽ ഒരെണ്ണം, അല്ലെങ്കിൽ എൽസിൽ വരുന്നതായിരിക്കും പ്രിന്റ് ചെയ്തത്. അല്ലെങ്കിൽ ഈഫ് എൽസിനകത്താണെങ്കിൽ ആ ലാഡറിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ചെയ്യത്തുള്ളൂ. പക്ഷെ സ്വിച്ചിനകത്താണെങ്കിൽ ആ കൂടെ ഒറ്റൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ആ കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു വാല്യൂസ് വന്നാൽ
ഔട്ട്പുട്ട് കിട്ടാനായിട്ട് നമുക്ക് പല ഒക്കറൻസസ് ഓഫ് കണ്ടീഷൻസ് വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ബേസിക് സിൻടാക്സ് ഓഫ് സ്വിച്ച്. ആദ്യമേ സ്വിച്ച് എന്ന് എഴുതുക, സ്മോൾ ലെറ്റേഴ്സ് ആണ്, കീവേഡ് ആണ് സ്വിച്ച് എന്നുള്ളത്. സോ സ്വിച്ച് നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് എഴുതിയിട്ട് ബ്രാക്കറ്റിനകത്ത് ഒരു എക്സ്പ്രഷൻ കൊടുക്കുക. സേ ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 5, സ്വിച്ച് എ ഈക്വൽ ടു 5 എന്നുള്ള ഒരു കണ്ടീഷൻ ആണ് കൊടുത്തു. എന്നിട്ട് കേളി ബ്രേസസിനകത്ത് കേസ് വാല്യൂ 1. എപ്പോഴും ഈ കേസസിനകത്ത് നമ്മൾ എപ്പോഴും ഈ വാല്യൂസ് ആയിട്ട് എഴുതുന്നത് ഒന്നെങ്കിൽ ഇന്റിജർ വാല്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇതല്ലാതെ നമുക്ക് ഇവിടെ കണ്ടോ കേസ് 5, കേസ് 10, അതുപോലെ കേസ് 15 അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ അതിന് പകരം 5.0, 5.1 അങ്ങനെ ഒന്നും നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഈ സ്വിച്ചിലുണ്ടായിരിക്കുന്ന ഒരു ബേസിക് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് ഈ കേസിന്റെ കൂടെ നമുക്ക് എപ്പോഴും ഇന്റിജർ വാല്യൂസ് അല്ലെങ്കിൽ ക്യാരക്ടർ വാല്യൂസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതർ ടൈപ്സ് ഓഫ് വാല്യൂസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ സ്വിച്ചിൽ ഈ എക്ക് വരുന്ന ഈ എ എന്ന് പറയുന്ന വേരിയബിൾ എപ്പോഴും ഒന്നെങ്കിൽ ഇന്റിജർ ആയിട്ടോ ക്യാരക്ടർ ആയിട്ടോ മാത്രമേ ഇനീഷ്യലൈസ് ചെയ്യാവുള്ളൂ. കാരണം ഈ എക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് നമ്മൾ കണ്ടീഷനിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് അക്രോസ് ഈ കേസസിലേക്ക്. ഓക്കെ, ഈ എക്സാമ്പിൾ ഞാൻ റൺ ചെയ്തിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കാണുമ്പോഴേ നിങ്ങൾക്ക് സ്വിച്ച് കുറച്ചുകൂടെ മനസ്സിലാവും. സോ ഇവിടെ നമ്മൾ എയുടെ വാല്യൂ 15 ആയിട്ട് അസൈൻ ചെയ്തു. സ്വിച്ച് എ, സോ ഇവിടുത്തെ എയുടെ വാല്യൂ എത്രയാണ്? 15. കേസ് ഓപ്പൺ ചെയ്തു, കേസ് 5 മീൻസ് ഈ കേസിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സ്വിച്ചിൽ വന്നിരിക്കുന്ന വാല്യൂ ഈസ് ഈക്വൽ ടു 5 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, എ ഈസ് ഈക്വൽ ടു 5 ആണോ? എയുടെ വാല്യൂ എത്രയായിരുന്നു? 15. 15 ഈക്വൽ ടു 5 ആണോ? അല്ല. സോ നമുക്ക് ഇത് പ്രിന്റ് ചെയ്യത്തില്ല. നമ്മൾ അവിടെ നിന്നും അത് കണ്ടീഷൻ ഫോൾസ് ആണ്, അത് ഫോൾസ് ആയതാണ് നമ്മൾ പിന്നെ അടുത്ത കേസിലേക്ക് പോകും. 15 ഈക്വൽ ടു 10 ആണോ നോക്കും. അടുത്ത കേസിൽ 10 ആണ് ഇട്ടിരിക്കുന്നത്. സോ 15ഉം 10ഉം ഈക്വൽ ആണോ? അല്ല. ഞാനപ്പം ആ കേസിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നിട്ട് ഞാൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈഫ് എൽസ് ലാഡറിനകത്ത് അല്ലെങ്കിൽ ഈഫ് എൽസിനകത്ത് ഞാൻ എപ്പോഴും അവസാനം ഒരു ഈഫ് കണ്ടീഷൻ ചെക്ക് ചെയ്തു, നടന്നില്ലെങ്കിൽ അവസാനം ഞാൻ ഒരു എൽസ് കൊടുക്കില്ലേ, അതുപോലെയാണ് ഇതിനകത്ത് ഡിഫോൾട്ട്. ഈ കേസസ് ഒന്നും അല്ല ട്രൂ ആകുന്നതെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് ഞാൻ ഒരെണ്ണം കൊടുത്തു കാണും, അതങ്ങ് എക്സിക്യൂട്ട് ചെയ്യാൻ പറയും. സോ ഇതൊന്നും ട്രൂ ആകാത്ത കാരണം ഡിഫോൾട്ടിൽ കിടക്കുന്ന വാല്യൂ എന്താണോ അതങ്ങ് പ്രിന്റ് ചെയ്യും. സോ ഇവിടെ പ്രിന്റ് കൊടുത്തിരിക്കുന്ന കാരണം എ ഈസ് നോട്ട് ഈക്വൽ ടു 5 or 10 എന്നുള്ളത് എനിക്ക് പ്രിന്റ് ചെയ്തു. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ എയുടെ വാല്യൂ 5 ആണെങ്കിൽ എനിക്ക് എന്ത് പ്രിന്റ് ചെയ്തു? എന്താ എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയ? എ ഈസ് ഈക്വൽ ടു 5. കാരണം എയുടെ വാല്യൂ 5 ആണ്. ഫസ്റ്റ് കേസിൽ തന്നെ 5 ആണ് കൊടുത്തിരിക്കുന്നത്. സോ 5 ഈസ് ഈക്വൽ ടു 5 ആണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എ ഈസ് ഈക്വൽ ടു 5 എന്ന് പ്രിന്റ് ചെയ്യാനാണ്. സോ എനിക്ക് പ്രിന്റ് ചെയ്തു. ഇനി ഞാൻ ഇവിടെ 10 ആ കൊടുക്കുന്നെങ്കിലോ? രണ്ടാമത്തെ കേസിൽ കിടക്കുന്ന കാര്യമായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന്റെ കൂടെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടോ ഈ ബ്രേക്ക് എന്നുള്ളത്? ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ആക്ച്വലി എ ബ്രേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണത്. അതൊരു ആ ലൈൻ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ബ്രേക്ക് സെമിക്കോൺ എന്ന് പറയുന്നതിനും ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം അതിന് തൊട്ട് മുന്നേ വരെ ഉണ്ടായിരുന്ന എല്ലാ എക്സിക്യൂഷൻസും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അത് ഏത് ലൂപ്പിലാണോ കിടക്കുന്നത് അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനാണോ കിടക്കുന്നത് അവിടെ വരെ ഈ ബ്രേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഉണ്ടായിരിക്കുന്ന എല്ലാം എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ഒരു ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. വിച്ച് മീൻസ് ഞാനിപ്പോ ഇവിടെ എയുടെ വാല്യൂ 10 ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കേസിൽ അത് ഫോൾസ് ആയി. അപ്പൊ എനിക്ക് ഇവിടെ ബ്രേക്കിലേക്ക് പോകേണ്ട കാര്യം വരുന്നുണ്ടോ? ഇല്ല, കാരണം ഞാനിവിടെ പ്രിന്റ് ചെയ്തിട്ടില്ല. പ്രിന്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അതിന്റെ ബ്രേക്കിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്കിത് പ്രിന്റ് ചെയ്യാത്ത കാരണം ഞാൻ ആ കേസിനെ പുറത്ത് വരുവാണ്. അവിടെ ഫോൾസ് ആയി, ആ ഇനീഷ്യൽ സ്റ്റേജിലെ ഫോൾസ് ആയി. സോ ഞാൻ രണ്ടാമത്തെ കേസിലേക്ക് വന്നു, കേസ് 10. ഇവിടെ ഞാൻ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എ ഈസ് ഈക്വൽ ടു 10 എന്നാണ്. 10 ഈസ് ഈക്വൽ ടു 10 ആയത് കാരണം ഞാനത് പ്രിന്റ് ചെയ്തു. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ കാണുന്ന അടുത്ത ലൈൻ ഈസ് ബ്രേക്ക്. മീൻസ് എനിക്ക് അടുത്ത കണ്ടീഷൻ ഒന്നും അതിനുശേഷം ഉണ്ടായിരിക്കുന്ന ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്ന ഈ ലൂപ്പിനകത്ത് ഉണ്ടായിരിക്കുന്ന ബാക്കി ഒന്നും എനിക്ക് ചെക്ക് ചെയ്യേണ്ട. ഉടനെ തന്നെ എനിക്ക് ഈ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാം, ആ ഒരു ബ്ലോക്കിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് വരാം. അതിനുശേഷം ഉള്ളതൊന്നും ചെക്ക് ചെയ്യേണ്ട. സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ എയുടെ വാല്യൂ 5 ആ കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് കേസിൽ തന്നെ 5 ഈസ് ഈക്വൽ ടു 5 ആണ്. ഞാൻ ഇത് പ്രിന്റ് ചെയ്യും. അതിനുശേഷം അപ്പൊ തന്നെ ഇത് പ്രിന്റ് ചെയ്ത ഉടനെ തന്നെ ബ്രേക്ക് ആണ്. ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ആവും. എനിക്ക് അടുത്ത കേസസ് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി ബ്രേക്കിംഗ് ദ ബ്ലോക്ക്. ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ബ്രേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഉണ്ടായിരുന്ന എല്ലാ എക്സിക്യൂഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ട്
ആ ഒരു ബ്ലോക്കിൽ നിന്ന് തന്നെ മൊത്തമായിട്ട് അതിന്റെ എക്സിക്യൂഷൻ മൊത്തമായിട്ട് പുറത്തേക്ക് എക്സിറ്റ് ചെയ്യും. അതാണ് ബ്രേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് പറയുമ്പോൾ അത് പറയാനാണ് എളുപ്പം, അതുകൊണ്ടാണ് അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു പോയത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് കംസ് ലൂപ്പിംഗ് ഓർ ഐട്രേഷൻ ഓർ റെപ്പിറ്റേഷൻ സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ നമ്മൾ ഈഫ് എൽസ് എന്നൊക്കെ പറഞ്ഞ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡെസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു ഈഫ് എൽസ് ഈഫ്, പിന്നെ എൽസ് ഇഫ് ലാഡർ, നെസ്റ്റിംഗ് ഈഫ്, ഇത് പിന്നെ സ്വിച്ച്. ഇതെല്ലാം നമ്മൾ ഓരോ കണ്ടീഷൻ ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. ഇനി ലൂപ്പിംഗ്, നമുക്ക് ചില സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ചില സെറ്റ് ഓഫ് ലൈൻസ് ഇൻ സി പ്രോഗ്രാം നമുക്ക് റെപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യം വരും. ഞാൻ നിങ്ങളോട് ഒരു ഫാക്ടോറിയൽ ഓഫ് 3 എത്രയാ? മാത്സ് പഠിച്ച ആരെങ്കിലും കാണുമല്ലോ. ഫാക്ടോറിയൽ ഓഫ് 3 എത്രയാ? 6. ആ, ഫാക്ടോറിയൽ ഓഫ് 3 6 ആണെന്ന് എങ്ങനെയാണ് പറഞ്ഞേ? 3 into 2 into 1. 3 into 2 into 1. അതിന്റെ അർത്ഥം 3യുടെ കൂടെ അതിൽ നിന്ന് മൈനസ് ചെയ്തൊരു വാല്യൂ, അതിൽ നിന്ന് മൈനസ് ചെയ്തൊരു വാല്യൂ, അങ്ങനെ മൈനസ് ചെയ്ത് ഓരോന്നിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ്, എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് 6 അല്ലേ? ആണല്ലോ. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേഷൻ ഞാൻ റെപ്പിറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം 3യുടെ കൂടെ 3നേക്കാളും ഒരു വാല്യൂ ചെറുതായ 2 ആയിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അതിന്റെ കൂടെ ആ കിട്ടുന്ന റിസൾട്ടിന്റെ കൂടെ അതിനേക്കാളും ഒരു വാല്യൂ ചെറുതായ 1ന്റെ കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ആ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഞാൻ റെപ്പിറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുന്ന വർക്ക് വേറെയാണോ? അല്ല, മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ചെയ്യുന്ന വാല്യൂസ് മേ ബി ഡിഫറെന്റ് ആയിരിക്കും, ഓപ്പറാൻസ് വേണമെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ ഞാൻ യൂസ് ചെയ്ത ഓപ്പറേറ്റർ സെയിം ആണ്. റെപ്പറ്റേറ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്, റിസൾട്ടിന്റെ കൂടെ തന്നെ ചെയ്തു പോവുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ലൂപ്പിംഗ് ഓർ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, സോ ഈ ലൂപ്പിംഗ് ഓർ ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ, വൈല്, ഡു വൈല്, ഇങ്ങനെ 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ബേസിക്കലി ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന്. എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലൂപ്പിലേക്ക്, അതിപ്പോ 4 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൂപ്പിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യമേ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ അതിന്റെ അകത്ത് കിടക്കുന്ന കണ്ടീഷൻസ് എല്ലാം ഞാൻ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതാണ് എൻട്രി കൺട്രോൾ. എൻട്രി കൺട്രോൾ അപ്പൊ എന്താണ്? ഞാൻ ആ ഒരു ബ്ലോക്കിലേക്ക് കയറുന്നതിന് മുന്നേ ആദ്യമേ തന്നെ ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആദ്യമേ കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ ആ ഒരു ബ്ലോക്കിനകത്ത് കിടക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ എക്സിറ്റ് കൺട്രോൾ ആണെങ്കിലോ, ആദ്യമേ തന്നെ ഞാൻ ആ ഒരു ബ്ലോക്കിൽ കിടക്കുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഞാൻ അങ്ങ് ഒരു പ്രാവശ്യമെങ്കിലും മിനിമം ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയും. എന്നിട്ടാണ് എല്ലാം ചെയ്ത് കഴിഞ്ഞാണ് അവസാനമായിരിക്കും ഞാൻ വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അവിടെ ആദ്യത്തെ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തു എന്നിട്ട് പുറത്തേക്ക് വരുന്ന സമയത്താണ് ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതെങ്കിൽ, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിലും അവിടെ ഒരു പ്രാവശ്യമെങ്കിലും ആ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കാണും. പക്ഷെ എൻട്രി കൺട്രോൾ അങ്ങനെയല്ല. ആദ്യമേ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് കയറുന്ന കാരണം കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ആകത്തുള്ളൂ. ബേസിക് ഡിഫറൻസ് ഈസ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന്റെ ബേസിസ് ആണ്. അതുകൊണ്ടാണ് എൻട്രി കൺട്രോൾ ആൻഡ് എക്സിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ഞാൻ 4 പറയാവേ. സോ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ആണ്. 4ന്റെ സിന്റാക്സ് ഇസ് ദിസ്. 4 എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ്, സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുക, ബ്രാക്കറ്റില് ഇനീഷ്യലൈസേഷൻ പാർട്ട് ഉണ്ട്, കൺട്രോൾ പാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ കണ്ടീഷൻ പാർട്ട് ഉണ്ട്, ദെൻ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് പാർട്ട് ഉണ്ട്. എന്നിട്ട് 4 എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട്. സോ അതിനെ കേർലി ബ്രേസസിനകത്ത് ആ 4നകത്ത് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ഈ ബോഡിക്കകത്ത് എഴുതുക. ഇതിന്റെ എക്സാമ്പിൾ നോക്കിക്കേ, hash include int main for int I equal to 0. So this is initialization, semicolon. പിന്നെ ഇതെല്ലാം ഈ 3 പാർട്ടിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സെമിക്കോളൻ വെച്ചിട്ടാണ് കേട്ടോ. സെമിക്കോളിന് വരെ കോളൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ സിന്റാക്സ് എറർ ആയിരിക്കും. സെമിക്കോളൻ ഈസ് മസ്റ്റ്. അതുപോലെ 4ന് ശേഷം അവസാനം സെമിക്കോളൻ ഇടാൻ പാടില്ല. സോ int I equal to 0, semicolon I less than 5, semicolon I plus plus. So this is initialization, this is condition checking, and this is iteration. ഇതിന്റെ ഫ്ലോ എങ്ങനെയാ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഐയുടെ വാല്യൂ 0 ആണ്, എന്നിട്ട് കണ്ടീഷനിലേക്ക് പോകും. 0 ലെസ് ദാൻ 5 ആണോ നോക്കും. ആണോ? ആണ്. സോ കണ്ടീഷൻ ട്രൂ ആണ്. ഈ 4നകത്ത് കിടക്കുന്ന ബ്ലോക്ക് എന്താണോ അത് ചെയ്യാൻ പറയും. ഇവിടെ പ്രിന്റിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രിന്റ് എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
സോ ഇവിടെ ഐയുടെ വാല്യൂ എത്രയായിരുന്നു? 0. 0. അപ്പൊ എനിക്ക് ആദ്യമേ 0 പ്രിന്റ് ചെയ്യും. 0 പ്രിന്റ് ചെയ്ത് കണ്ട് ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടോ, സ്ലാഷൻ എന്താണ്? അടുത്ത വരിയിൽ അടുത്ത വരിയിൽ പ്രിന്റ് ചെയ്യണം. സോ ഇത് പ്രിന്റ് ചെയ്തു. അതിനുശേഷം ഐയുടെ വാല്യൂ എന്താ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? i++ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. സോ ഐയുടെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെന്റ് ആകും. ഇന്നലെ പഠിപ്പിച്ചായിരുന്നല്ലോ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്. സോ 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും. സോ 0 + 1 is 1. ഇത് ചെയ്തതിന് ശേഷം അത് പിന്നെയും ഇങ്ങോട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വരും. സോ നൗ ഐയുടെ വാല്യൂ ഈസ് 1. 1 ലെസ് ദാൻ 5 ആണോ? അതെ ആണ്. സോ അതിന്റെ അകത്ത് തന്നിരിക്കുന്നത് പ്രിന്റ് ചെയ്യാനാണ്. 1 പ്രിന്റ് ചെയ്തു. അതിനുശേഷം ഐയുടെ വാല്യൂ പിന്നെയും 2 ആകും. 2 ലെസ് ദാൻ 5 ആണ്. പിന്നെയും ഞാൻ 2 പ്രിന്റ് ചെയ്യും. ഐയുടെ വാല്യൂ 3 ആകും. 3 ലെസ് ദാൻ 5 ആണ്. സോ 3 പ്രിന്റ് ചെയ്യും. പിന്നെ ഇൻക്രിമെന്റ് ആകും 4 ആകും. 4 ലെസ് ദാൻ 5 ആണ്. 4 പ്രിന്റ് ചെയ്യും. പിന്നെ ഐയുടെ വാല്യൂ 5 ആകും. 5 ലെസ് ദാൻ 5 ആണോ? അല്ല. അല്ല. അപ്പൊ ഞാൻ ഈ 4 ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകും. മനസ്സിലായോ? സോ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ്, ഇവിടെ ഞാൻ പ്രിന്റ് എന്ന് പറയുന്ന ആ ഒരു സെറ്റ് ഓഫ് ആ ഒരു ലൈനാണ് ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഓരോ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് വേറെയായിരുന്നു. കണ്ടോ? റിസൾട്ട് ഞാൻ പറഞ്ഞ പോലെ 0 1 2 3 4 വരെ കിട്ടിയത് കണ്ടോ? ദെൻ 4 കഴിഞ്ഞു. സോ 4 എന്ന് പറയുന്നത് ഒരു എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് മനസ്സിലായോ? ഈ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ മനസ്സിലായോ? കാരണം ഈ 4-നകത്ത് പറഞ്ഞിരിക്കുന്ന ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യമേ ഈ കണ്ടീഷൻ ട്രൂ ആണോ നോക്കുന്നുണ്ട്. ഈ കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് എൻട്രി കൺട്രോൾ എന്ന് പറഞ്ഞത്. ഓക്കെ. ഇനി ഇതുപോലെ തന്നെ എൻട്രി കൺട്രോൾ ആയിട്ടുണ്ടായിരിക്കുന്ന വേറൊരു ലൂപ്പാണ് വൈൽ ലൂപ്പ് അല്ലെങ്കിൽ വൈൽ സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽ എന്ന് പറഞ്ഞ കീവേഡ് എഴുതുക, സ്മോൾ ലെറ്റേഴ്സ് ഫോളോ ചെയ്യുക, ബ്രാക്കറ്റ്സിൽ കണ്ടീഷൻ കൊടുക്കുക, പിന്നെ ആ വൈൽ നമ്മൾ എന്താണ് എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആ ബോഡി ഓഫ് ദ ലൂപ്പിനകത്ത് കൊടുക്കുക. എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ കൗണ്ട് ഈസ് ഈക്വൽ ടു 0 കൊടുത്തു. കൗണ്ട് ലെസ് ദാൻ 5 ആണോ നോക്കി. 0 ഈസ് ലെസ് ദാൻ 5 ആണ്. സോ ഞാൻ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് കൗണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്? പ്ലസ് ചെയ്യാൻ പറഞ്ഞു. സോ 0 എന്ന് പറയുന്ന വാല്യൂ 1 ആയി. 1 ലെസ് ദാൻ 5 ആണോ? ആണ്. അപ്പൊ എനിക്ക് പിന്നെയും 1 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. പിന്നെ അടുത്ത ലൈനിൽ ഞാൻ കൗണ്ട് ++ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 1 becomes 2. പിന്നെ മുകളിലേക്ക് പോയി കണ്ടീഷനിലേക്ക് പോയി 2 ലെസ് ദാൻ 5 ആണോ നോക്കി. ആണ്. 3 പ്രിന്റ് ചെയ്തു. പിന്നെ 3 എന്നുള്ളത് വാല്യൂ 4 ആയി. മുകളിൽ പോയി 4 ലെസ് ദാൻ 5 ആണോ നോക്കി. ആണ്. പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. 4 പ്രിന്റ് ചെയ്തു. കൗണ്ട് ++ ചെയ്തപ്പോൾ 5 ആയി. 5 ലെസ് ദാൻ 5 ആണോ? അല്ല. അല്ല. അപ്പൊ ഞാൻ ഈ വൈലിൽ നിന്ന് പുറത്തേക്ക് വരും. സോ ഈ വൈലിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ വൈലാണെങ്കിലും 4 ആണെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആകുന്നത്, ആ വൈലിനകത്തും 4-നകത്തും കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആകുന്നത്, ആ ഫോൾസ് ആകാത്തിടത്തോളം കാലം ആ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ അവിടെ കണ്ടീഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കി കൊടുക്കണം. ഇൻ കേസ് വലിയ വാല്യൂസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ സ്ക്രീൻ താഴോട്ട് പൊക്കോണ്ടേയിരിക്കും. പ്രിന്റ് വരുമ്പോൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. സോ വൈൽ ഈസ് ഓൾസോ, അപ്പൊ വൈൽ എന്ന് പറയുന്ന ഒരു എൻട്രി കൺട്രോൾ ലൂപ്പ് ആണോ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണോ? എൻട്രി കൺട്രോൾ. കാരണം ആദ്യമേ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഡു വൈൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണ്. കാരണം അതിന്റെ സിന്റാക്സ് നോക്കിക്കേ. ഡു ബോഡി. ഡു എന്ന് പറഞ്ഞൊരു കീവേഡ് എഴുതിയിട്ട് അതിന്റെ അകത്ത് നമ്മൾ എന്തൊക്കെയാണോ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എഴുതുക. അതിനുശേഷമാണ് ഞാൻ വൈലിൽ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ആദ്യമേ നമ്മൾ ഡു ചെയ്യാൻ പറഞ്ഞേക്കുകയാണ്. ആദ്യമേ ആ ഒരു ഡൂവിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് ഒറ്റ പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ടിന് ശേഷമാണ് ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. പക്ഷെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്തായി? വാല്യൂ അവിടെ കണ്ടീഷൻ ഫോൾസ് ആയി. പക്ഷെ എന്നാൽ പോലും എനിക്ക് അവിടെ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ആ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്ത് കാണും. മനസ്സിലായോ? ഒന്നുകൂടി പറയൂ. ഇത് ഈ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇവിടെ നോക്കിക്കേ. ഇവിടെ ഞാൻ കൗണ്ടിന്റെ വാല്യൂ 0 കൊടുത്തു. എന്നിട്ട് ഞാൻ ഡൂവിൽ എന്താ പറഞ്ഞേക്കുന്നത്? പ്രിന്റ് എഫ് കൗണ്ട്. ആദ്യമേ കൗണ്ടിന്റെ വാല്യൂ ഞാൻ പ്രിന്റ് ചെയ്യാൻ കൊടുത്തു. 0 പ്രിന്റ് ചെയ്തു. കൗണ്ടിന്റെ വാല്യൂ ++ ആയി.
1 ആയി. എന്നിട്ടാണ് ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് വൈലിനകത്ത് പോയിട്ട് കൗണ്ട് ലെസ് ദാൻ 5 ആണോ എന്നുള്ളത്. പക്ഷെ ഫോറിലും വൈലിലും ഞാൻ അങ്ങനെയായിരുന്നോ ചെയ്തത്? ആദ്യമേ ഞാൻ കണ്ടീഷൻ കൊടുത്ത് കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ അതിന്റെ അകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഡു വൈലിനകത്ത് മാത്രം ആദ്യമേ കണ്ടീഷൻ ചെക്ക് ചെയ്യും, ആദ്യമേ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷമായിരിക്കും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഡു വൈലിനെ നമ്മൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ബോഡിയിൽ നിന്നും എക്സിറ്റ് ആകുന്ന സമയത്താണ് ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോ എക്സാമ്പിൾ കാണിച്ചുതരാം. ഇപ്പൊ കൗണ്ടിന്റെ വാല്യൂ ഞാൻ 0 അല്ല ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനിപ്പോ അത് 5 ആക്കിയിരിക്കട്ടെ. എന്തായിരിക്കും ഇവിടെ 5 ആക്കി കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട്? 0 1 2 3 4 കിട്ടുമോ? ഹലോ, 0 1 2 3 4 വരെയുള്ളത് പ്രിന്റ് ചെയ്യുവോ? കൗണ്ടിന്റെ വാല്യൂ ഞാൻ 5 ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഡൂവിനകത്ത് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. സോ എനിക്ക് ഇവിടെ 5 അതിന് പ്രിന്റ് ചെയ്യും. എന്നിട്ട് കൗണ്ടിന്റെ വാല്യൂ പ്ലസ് പ്ലസ് ചെയ്യും. കൗണ്ടിന്റെ വാല്യൂ പ്ലസ് പ്ലസ് ചെയ്യുമ്പോൾ 6 ആയി. 6 ലെസ് ദാൻ 5 ആണോ? അല്ല. പക്ഷെ 5 ലെസ് ദാൻ 5 അല്ല. എന്നിട്ട് പോലും ഞാൻ ഈ ബ്ലോക്ക് ഞാൻ പ്രിന്റ് ചെയ്യും. കണ്ടോ? 5 എനിക്ക് പ്രിന്റ് ആയി. പക്ഷെ 5 ലെസ് ദാൻ 5 ആണോ? അല്ല. കണ്ടീഷൻ ഫോൾസ് ആയിരുന്നു പോലും എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ആ ബ്ലോക്ക് എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. സോ അതാണ് ഡു വൈലിന്റെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷെ ഫോറിലും വൈലിലും നമുക്ക് നടക്കത്തില്ല. കണ്ടീഷൻ ഫോൾസ് ആയാൽ അതിന്റെ അകത്തുണ്ടായിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒരു പ്രാവശ്യം പോലും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഡു വൈൽ യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം. ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഡു വൈൽ യൂസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വലിയ വലിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ റോങ് ആയിട്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാതെ പോലും എക്സിക്യൂട്ട് ചെയ്യുന്ന കേസിൽ ഇങ്ങനെ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആവശ്യമുണ്ടോ എന്ന്. പക്ഷെ വലിയ വലിയ പ്രോഗ്രാംസിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒറ്റ പ്രാവശ്യമെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യട്ടെ എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് വരുന്ന ഇഷ്യൂസിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. സോ ദിസ് ഈസ് ബേസിക്കലി ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഏതൊക്കെയായിരുന്നു? ഫോർ, വൈല്, ഡു വൈല്. അപ്പൊ അതിന്റെ വർക്കിംഗ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. ഇനി നമ്മള് ഇതല്ലാതെ നമുക്ക് ഇനി കുറച്ച് വേറെ 2-3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതിലൊന്നായിരുന്നു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ഞാനത് സ്വിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ബ്രേക്ക് എന്തായിരുന്നു? ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്, അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ബ്രേക്ക് ഇടുന്നതെങ്കിൽ അത് എവിടം വരെ ആണോ ആ ബ്രേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഉണ്ടായിരുന്ന, സേ ഫോർ എക്സാമ്പിൾ ഞാൻ ലൈൻ 10-ലാണ് ബ്രേക്ക് എഴുതിയിരിക്കുന്നത്, ലൈൻ 9 വരെ ഉണ്ടായിരുന്ന എല്ലാ എക്സിക്യൂഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ആ ഒരു പർട്ടിക്കുലർ ബ്ലോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. ഇവിടെ നോക്കിക്കേ, ഞാൻ ഇവിടെ ബ്രേക്ക് യൂസ് ചെയ്തിരിക്കുന്ന 4 എന്ന് പറയുന്ന ബ്ലോക്കിന്റെ അകത്താണ് ഞാൻ ബ്രേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്, ആണല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നും എക്സിറ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. i = 5. 5 ആയിട്ട് ഐയുടെ വാല്യൂ എപ്പോഴാണ് ഈക്വൽ ടു ആകുന്നത് അപ്പൊ ഞാൻ ഇതിൽ നിന്ന് എക്സിറ്റ് ആകും. നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നോക്കാം. കണ്ടോ? ഇവിടെ നമുക്ക് ഐയുടെ വാല്യൂ കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് 10 വരെ ചെക്ക് ചെയ്യാനാണ്. പക്ഷെ നമുക്ക് അത് 10 വരെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, 4 വരെ കിട്ടിയിട്ടുള്ളൂ. കാരണം എന്താണ്? നമ്മുടെ ഐയുടെ വാല്യൂ = 5 ആയി കഴിഞ്ഞ് ഞാൻ 4 നിന്ന് ബ്രേക്ക് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഈ ബ്രേക്ക് എഴുതിയിരിക്കുന്ന 4 എന്ന് പറഞ്ഞ ഈ ബ്ലോക്കിന്റെ അകത്തായത് കാരണം ഐയുടെ വാല്യൂ = 5 ആയി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നും ബ്രേക്ക് ചെയ്യും. സോ ഈ 4-നെ ഞാൻ പുറത്തേക്ക് പോകും. സോ അതുകൊണ്ട് ഐയുടെ വാല്യൂ 6 ആയി കഴിയുമ്പോഴുള്ള കണ്ടീഷൻസ് ഒന്നും നമുക്ക് ചെക്ക് ചെയ്യത്തുമില്ല, ഈ പ്രിന്റിംഗ് ഒന്നും നടക്കത്തുമില്ല. മനസ്സിലായോ? ബ്രേക്ക് മനസ്സിലായോ? ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരിക, ആ ബ്ലോക്കിൽ നിന്ന് അപ്പോഴേ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരിക. ഇതിൽ കണ്ടിന്യൂ വർക്ക് ചെയ്യുമോന്ന് അറിയത്തില്ല, ഞാൻ ചെയ്ത് നോക്കട്ടെ. കണ്ടിന്യൂ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കേസിൽ കണ്ടിന്യൂ ഇട്ടപ്പോ നോക്കിക്കേ, ഔട്ട്പുട്ട് എന്ത് കിട്ടി? 9 വരെ കിട്ടിയോ? ശരിക്കും നോക്കിക്കേ ഔട്ട്പുട്ട്. എല്ലാ നമ്പേഴ്സും ഉണ്ടോ? 0 to 9? 5 ഇല്ല. എന്താണ് അവിടെ അപ്പൊ അതിന്റെ അർത്ഥം?
കണ്ടീഷൻ ട്രൂ ആയ കേസസ് എന്താണോ അത് മാത്രം സ്കിപ്പ് ചെയ്തിട്ട് അതിനുശേഷം ഉള്ളതും പ്രിന്റ് ചെയ്യുക. ആ ഒരു കണ്ടീഷൻ എവിടെയാണോ ട്രൂ ആയത്, സേ ഫോർ എക്സാമ്പിൾ ഇവിടെ ഐയുടെ വാല്യൂ 5 ആകുമ്പോൾ ഈ ഐ ഈക്വൽ ടു 5 ആയി കഴിയുമ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. മീൻസ് ആ ഒരു കണ്ടീഷൻ ട്രൂ ആയ സമയത്ത് മാത്രം ആ പ്രിന്റ് എഫ് പ്രിന്റ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യുക, എന്നിട്ട് അടുത്ത ഐറ്ററേഷനിലേക്ക് പോവുക. മീൻസ് ഐയുടെ വാല്യൂ 5 ആയ സമയത്ത് ഞാൻ ഐയുടെ വാല്യൂ 5 എന്നുള്ളത് പ്രിന്റ് ചെയ്യത്തില്ല, സ്കിപ്പ് ചെയ്തു. എന്നിട്ട് ഐയുടെ വാല്യൂ ഞാൻ ഇൻക്രിമെന്റ് ചെയ്ത് 6 ആക്കി. 6ന്റെ വാല്യൂ ഈസ് ലെസ് ദാൻ 10. സോ ഇത് കണ്ടീഷൻ ഫോൾസ് ആണ്, ഞാൻ പ്രിന്റ് ചെയ്തു. ബാക്കിയുള്ളത് പിന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു പോകും. ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ എപ്പോഴാണ് ട്രൂ ആയത് അപ്പം മാത്രം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യാതെ ബാക്കിയുള്ളതിലെല്ലാം ചെയ്യാൻ പറഞ്ഞു. മനസ്സിലായോ ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള ഡിഫറൻസ്? മനസ്സിലായി. ഓക്കെ, അപ്പം ഇതാണ് ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് ഈസ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്. ഗോ ടു നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാം ഒക്കെ എഴുതുമ്പം നമ്മൾ ഇങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് കോഡ് നമ്മൾ ഒരു പേര് കൊടുക്കും, നെയിമിംഗ് പോലെ കൊടുത്തിട്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന പോലെയാണ്. അതായത് ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും റൈറ്റിലേക്ക് പോവുക, അല്ലെങ്കിൽ ഇവിടെ നിന്നും ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും സേ ഫോർ എക്സാമ്പിൾ പത്തനാപുരം എത്തിക്കഴിഞ്ഞാൽ പത്തനാപുരത്ത് നിന്ന് കോളേജിലേക്ക് പോകാൻ തിരുവനന്തപുരം പോവുക എന്നുള്ള ഒരു ഡൈവേർഷൻ പറഞ്ഞു കൊടുക്കത്തില്ലേ, അതുപോലെ ഒരു പ്രോഗ്രാമിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും അടുത്ത എക്സിക്യൂഷൻ ചെയ്യാനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുക എന്നുള്ളത് നമ്മളൊരു നെയിമിംഗ് വെച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് ആക്ച്വലി ഗോ ടു സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ലൂപ്പ് സ്റ്റാർട്ട് എന്നുള്ളതാണ് ഞാൻ ഗോ ടുന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ആ നെയിമിങ്. ഓക്കെ, ഐയുടെ വാല്യൂ ഞാൻ ആദ്യമേ ഇനിഷ്യലൈസ് ചെയ്തു ഈക്വൽ ടു 0 ആയിട്ട്. എന്നിട്ട് ഞാൻ ഗോ ടുന് വേണ്ടിയിട്ട് ഞാൻ ലേബിൾ ചെയ്തു ലൂപ്പ് സ്റ്റാർട്ട് ആയിട്ട്. എന്നിട്ട് ഇതെല്ലാം നമ്മൾ സീക്വലി അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് വരും. ഐയുടെ വാല്യൂ 0, ലൂപ്പ് സ്റ്റാർട്ട് കൊടുത്തു. ഈ ഐ ലെസ് ദാൻ 5 ആണെന്ന് ചെക്ക് ചെയ്തു, ആണെങ്കിൽ പ്രിന്റ് ഓഫ് ഐയുടെ വാല്യൂ 0 ആയിരുന്നു, സോ 0 പ്രിന്റ് ചെയ്യും. ഐ പ്ലസ് പ്ലസ് ചെയ്യുക. ഇങ്ങനെ ഓരോന്നും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗോ ടു ലൂപ്പ് സ്റ്റാർട്ട്, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, ലൂപ്പ് സ്റ്റാർട്ടിലേക്ക് പോകാൻ പറയും. ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. വലിയ വലിയ പ്രോഗ്രാംസ് നമ്മൾ വലിയ ചങ്ക്സ് ഓഫ് പ്രോഗ്രാം ഒക്കെ എഴുതുമ്പോൾ അതിനെങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് ഇത്, വേറെ ഒന്നുമല്ല. ഓക്കെ, സോ ഗോ ടു ലൂപ്പ് സ്റ്റാർട്ട് എന്നുള്ളത് ഇവിടെ നിന്നും എക്സിക്യൂഷൻ ലൂപ്പ് സ്റ്റാർട്ടിലേക്ക് പോകുക എന്ന് കാണിക്കാനാണ്. ഇവിടെ മുതലാണ് കണ്ടീഷൻസ് ആക്ച്വലി റൺ ചെയ്ത് തുടങ്ങുന്നത്. മനസ്സിലായോ? ഗോ ടു ആണ്. ഓക്കെ, ഗോ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി ഗോ ടു സ്റ്റേറ്റ്മെന്റ്. യൂസ് ടു എസ്കേപ്പ് ഫ്രം മൾട്ടിപ്പിൾ നെസ്റ്റഡ് ലൂപ്സ്. അതായത് ഇടയ്ക്കുണ്ടായിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ചെയ്യാതെ എനിക്ക് അവിടെ നിന്ന് വേറൊരു സെറ്റിലേക്ക് എനിക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആക്ച്വലി ഗോ ടു സ്റ്റേറ്റ്മെന്റ്. അപ്പം അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടുമ്പോൾ അതിനുശേഷം വേറെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് കാണും, അതൊന്നും എക്സിക്യൂട്ട് ചെയ്യാതെ ആയിരിക്കും അവിടെ നിന്ന് സ്കിപ്പായി വേറൊരു സെറ്റിലേക്ക് പോകുന്നത്. സോ ആ വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ആ സ്ഥലത്ത് ഏതാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് നമ്മൾ ലേബൽ ചെയ്ത് കാണും. അപ്പൊ ആ ലേബലിലേക്കായിരിക്കും അത് അതിന്റെ എക്സിക്യൂഷൻ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. സോ നമ്മൾ ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഐയുടെ വാല്യൂ 0 ആണ്, ഇങ്ങനെ വരും. ഇവിടെ എക്സിക്യൂഷൻ ഗോ ടു ലൂപ്പ് സ്റ്റാർട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കും. ഇവിടെ നിന്ന് ഇവിടെ വരെ എക്സിക്യൂഷൻ വന്നിട്ട് പിന്നെ അതിന് എക്സിക്യൂഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഈ ലൂപ്പ് സ്റ്റാർട്ടിൽ നിന്നായിരിക്കും, ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇവിടെ വരെ വന്നിട്ട് പിന്നെയും ഇവിടെ നിന്ന് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. മനസ്സിലായോ? ഐയുടെ വാല്യൂ ആദ്യം 0 ആയിരുന്നു, ഐ ലെസ് ദാൻ 5 ആണ്. അപ്പൊ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു, ഐ പ്ലസ് പ്ലസ് ചെയ്തു, ഐയുടെ വാല്യൂ അപ്പൊ 1 ആയി. ഗോ ടു പിന്നെയും ലൂപ്പ് സ്റ്റാർട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഞാൻ പിന്നെയും ഇങ്ങോട്ട് വരും. അപ്പൊ ഐയുടെ വാല്യൂ എത്രയായി? 0 ആണോ 1 ആണോ? ആ 1 ആണ്. ഇനീഷ്യൽ കേസ് ഐയുടെ വാല്യൂ 0 ആയിരുന്നു. അപ്പൊ 0 ആയിരുന്ന സമയത്ത് ഞാൻ ഐയുടെ വാല്യൂ 0 എന്നുള്ളത് പ്രിന്റ് ചെയ്തു. എന്നിട്ട് ഐയുടെ വാല്യൂ ഞാൻ ഐ പ്ലസ് പ്ലസ് ചെയ്തപ്പോൾ 1 ആയി. ചെയ്തതിന് ശേഷം ഞാൻ ഗോ ടു ആണ് പറഞ്ഞത്. ഗോ ടു ലൂപ്പ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ലേബലിലേക്ക് പോവുക. അപ്പൊ എക്സിക്യൂഷൻ പിന്നെയും ഇങ്ങോട്ട് വരും. അതിനകത്ത് പിന്നെയും കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? ഇഫ് ഐ ലെസ് ദാൻ 5. ഇപ്പൊ ഐയുടെ വാല്യൂ എത്രയാണ്? 1 ആണോ 0 ആണോ? 1. സോ 1 ലെസ് ദാൻ 5 ആണോ? ആണ്. അപ്പൊ എനിക്ക് 1 പ്രിന്റ് ചെയ്യും. 1ന്റെ വാല്യൂ ഐയുടെ വാല്യൂ പിന്നെയും ഇൻക്രിമെന്റ് ആയി 2 ആയി. താഴോട്ട് വരും ഗോ ടു ലൂപ്പ് സ്റ്റാർട്ട്, പിന്നെയും ഞാൻ ഇങ്ങോട്ട് പോവുക. സോ നമ്മൾ ഈ 4 പോലെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. നമ്മൾ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെ എസ്കേപ്പ് ചെയ്ത് വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും. മനസ്സിലായോ? എക്സിക്യൂഷൻസ് മാറുന്ന മനസ്സിലായോ? 4 യൂസ് ചെയ്യാതെ തന്നെ ഇവിടെ 4 പോലെ വർക്ക് ചെയ്യുന്ന മനസ്സിലായോ നിങ്ങൾക്ക് ഇപ്പം?
ഓക്കെ, നിങ്ങൾക്ക് ബേസിക്കലി ആ ഡിഫറൻസ് എങ്കിലും അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് പ്രോഗ്രാം ഒന്നും എഴുതാൻ ചോദിക്കത്തില്ലല്ലോ, നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് അല്ലേ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലേ. അതെ. നമ്മൾ ഇന്നലെ ഇവിടെ വരെ ചെയ്തതല്ലേ. അതെ. സോ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഡേറ്റ ടൈപ്പ് വുഡ് യൂസ് ടു സ്റ്റോർ ആൻ ഇന്റിജർ വാല്യൂ. ഇതിൽ ഏത് ഡേറ്റ ടൈപ്പ് ആയിരിക്കും നമ്മൾ ഒരു ഇന്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? സി, int. Which operator is used for assignment? C. C. Okay. Which operator is used to check for equality? C. C. ഇതൊക്കെ ആൻസർ C ആണോ? What is the purpose of printf function? മിസ്സേ കുറച്ച് മുമ്പുള്ള ക്വസ്റ്റ്യൻ ഉത്തരം ഉണ്ടായിരുന്നു. B. Equality operator ഏതാണ്? C. C. W equal to. What is the purpose of printf function? B. ഏതാ? അല്ല, എനിക്ക് ആൻസർ ഒന്ന് പറഞ്ഞു. ആൻസർ പറയൂ. B, to display the output. To the console. Okay. അതെ, പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഈ ബിയും ഡിയും തമ്മിലൊക്കെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ, അതുകൊണ്ടാണ്. ഓക്കെ. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ടു ടെർമിനേറ്റ് ദ എക്സിക്യൂഷൻ ഓഫ് എ സി പ്രോഗ്രാം. ഒരു സി പ്രോഗ്രാമിന്റെ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആ ടേം വന്നിട്ടേ ഇല്ല. വേണ്ട, ഇത് വേണ്ട, ഇത് കളഞ്ഞേക്കാം. എക്സിറ്റിന് നിങ്ങൾക്ക് സിലബസിലില്ല. which header file is typically included for input output operation? ഇതിൽ ഏത് header file ആണ് input output operation വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്നത്? C. Okay. Which loop structure is used to execute a block of code multiple times based on a condition? ഇതില് ഈ തന്നിരിക്കുന്നതില് ABCD ഈ 4 എണ്ണത്തില് ഏത് ലൂപ്പ് സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് കോഡ് പല പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്, ലൂപ്പ് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? While. വൈൽ. ബാക്കിയെല്ലാം ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണോ? കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് അതിനൊരു ഹിന്റും ഉണ്ട്. ഇവിടെ മാത്രമേ വൈ ലൂപ്പ് ഇട്ടിട്ടുള്ളൂ, ബാക്കി ഒന്നിലും ലൂപ്പ് ഇല്ല. അതും കൂടെ ഓർക്കണേ. ഈ സ്റ്റേറ്റ്മെന്റ്, സ്വിച്ച്, ബ്രേക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വിച്ച് ലൂപ്പ് സ്ട്രക്ചർ എന്നാണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹിന്റ് ഉണ്ടോ എന്നും കൂടെ നോക്കണം കേട്ടോ. Then which loop structure is used to execute a block of code at least once and then repeatedly based on a condition? ഏതാണ്? ഒരു ഒന്ന് ഉത്തരം പറഞ്ഞേ. Do while loop. അപ്പൊ മിനിമം ഒരു പ്രാവശ്യമെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി do while loop ആണ്. സോ ഇത്രയുമാണ് നിങ്ങൾക്ക് മൊഡ്യൂൾ 2 തന്നിരിക്കുന്ന മൊഡ്യൂൾ 2 തന്നിരിക്കുന്ന നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.